أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهود لنا بهذا المحضر وتعطفي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. സൂറത്ത് നിസാറിലെ 149 ആയത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയിരുന്നത്. ഇൻഷാ അല്ലാഹ് 150 മുതൽ 153 വരെയുള്ള ആയത്തുകൾ നോക്കാം. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി വയരീദൂന അൻ യുഫർരിഖൂ ബൈന അല്ലാഹി വറസൂലിഹി يريدون أن يفرقوا بين الله ورسوله ويقولون نؤمن ببعض ونكفر ببعض ويريدون أن يتخذوا بين ذلك سبيلا أولئك هم الكافرون حقا وأعتدنا للكافرين عذابا مهينا. ഈ ആയത്തിൽ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ കൂടുതലും നമ്മൾ മുനാഫിക്കീങ്ങളെ കുറിച്ചായിരുന്നു പതിവായിച്ചിരുന്നത്. ഇത് കാഫിരീങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ജൂതന്മാരെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവൻ്റെ മുർസലീങ്ങളിലും അവിശ്വസിക്കുകയും യുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലി, എന്നിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്തു യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലി, അള്ളാഹുവിനും അവൻ്റെ മുർസലീങ്ങൾക്കുമിടയിൽ ഒരു വേർതിരിവ് കാണിക്കാൻ. വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്, എന്നിട്ട് അവർ പറയും നുഅ്മിനു ബിബഅദിൻ, ആ മുർസലീങ്ങളിൽ കുറച്ച് പേരെ നമ്മൾ വിശ്വസിക്കും, വനക്ഫുറു ബിബഅദ്, കുറച്ച് പേരെ അവിശ്വസിക്കുകയും നിഷേധിക്കുകയും ചെയ്യും. വയുരീദൂന യത്തഖിദൂ ബൈന ദാലിക സബീല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുദ്ദേശിക്കുന്നത് അതിനിടയിലുള്ള ഒരു വഴി കണ്ടെത്താനാണ്. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു, എന്നാൽ മുർസലീങ്ങളിൽ വിശ്വസിക്കൂല. മുർസലീങ്ങളിൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ മുർസലീങ്ങൾ തന്നെ ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കില്ല. അങ്ങനെ ഒരു ഇടയിലുള്ള മുഅ്മിനീങ്ങളുടെയും കാഫിരീങ്ങളുടെയും ഇടയിലുള്ളൊരു വഴി തേടാനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖാ, യഥാർത്ഥത്തിൽ അവർ കാഫിരീങ്ങളാണ്, ശരിക്കും കാഫിരീങ്ങൾ തന്നെയാണ്. വഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന, അള്ളാഹു കാഫിരീങ്ങൾക്ക് ഏറ്റവും അപമാനകരമായ നിന്ദ്യമായിട്ടുള്ള ശിക്ഷ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഫിരിയ തഫ്സീറിൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനെ വിശദീകരിക്കുന്നു. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി വയരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി, അവിടെ ഉദ്ദേശിക്കുന്നത് ബിഅൻ യുഅ്മിന ബിഹി വദൂനഹും, അതായത് നബിമാരെ വിശ്വസിക്കാതെ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി. വയഖൂലൂന നുഅ്മിനു ബിബഅദ് മിനർ റസുൽ, അവർ മുർസലീങ്ങളിൽ നിന്ന് ചിലർ വിശ്വസിക്കുന്നു പറയും. വനക്ഫുറു ബിബഅദ്, എന്നാൽ ചിലരെ അവിശ്വസിക്കുകയും ചെയ്യും. കമാ ഫഅൽ യഹൂദ വന്നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തതുപോലെ. അപ്പോൾ ചിലർ മുർസലീങ്ങളിൽ അവർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. ജൂതന്മാർ മൂസാ നബിയിൽ വിശ്വസിച്ചു, ഈസാ നബിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചില്ല. ക്രിസ്ത്യാനികൾ മൂസാ നബിയിലും ഈസാ നബിയിലും അലൈഹി സ്വലാത്തു വസ്സലാം അവരിലൊക്കെ വിശ്വസിച്ചു, പക്ഷേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചില്ല. വയുരീദൂന യത്തഖിദൂ ബൈന ദാലിക അൽ കുഫ്ര വൽ ഈമാൻ, അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഫറിൻ്റെ ഈമാൻ്റെ ഇടയിലുള്ള ഒരു സബീൽ, ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈ മുഅ്മിനാണെന്ന് വെച്ചാൽ മുഅ്മിനല്ല, കാഫിറാണെന്ന് വെച്ചാൽ കാഫിറല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു വഴി കണ്ടെത്താൻ അവർ ഉദ്ദേശിക്കുന്നത്. തരീഖൻ യദ്ഹബൂന ഇലൈഹി, അള്ളാഹുലേക്ക് യാത്ര ചെയ്യാൻ അതിൻ്റെ ഇടയിലുള്ള വഴി തേടാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖാ, അവർ ശരിക്കും കാഫിരീങ്ങൾ തന്നെയാണ്. മസ്ദറും മുഅക്കിദൻ ലി മദ്മൂന ജുംലത്തൻ, ഇവിടെ ഹക്കൻ എന്ന് പറഞ്ഞത് കാഫിറൂൻ ഹക്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ശരി, ഹക്കായ കാഫിറൊന്നുമില്ലല്ലോ.
ഇവിടെ ഹക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അവരെ ഊന്നൽ നൽകി ശരിക്കും അവർ കാഫിര്യങ്ങളാണ് എന്ന് പറയാനാണ്. വാത്തന്നാലിൽ കാഫിരീൻ അദാബ് മൊഹീന ദാ ഇഹാനത്തൻ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപമാനകരമായ ഒരു ശിക്ഷയാണ്. ഹു അദാബുന്നാർ, അത് നരകത്തിലെ ശിക്ഷയാണ്. ഈ ബഹ്റുൽ മദീദിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം. ഔലിയാ ഉ അലാ ഖദമിൽ അംബിയ, ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരെ കദമിലാണ്, അമ്പിയാക്കന്മാരുടെ ചുവടുവെപ്പിലാണ് ഔലിയാക്കന്മാർ, കാൽപ്പാടുകളിലാണ് ഔലിയാക്കന്മാർ നിലനിൽക്കുന്നത്. ഒമൻ ഫറഖ ബൈനഹുമാ, ആരെങ്കിലും അവരുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കിയാൽ ഹുരിമ ബറക്കത ജമീഅഹിം, അവരുടെ എല്ലാവരുടെയും ബറക്കത്ത് അവർക്ക് നഷ്ടപ്പെടും. അതായത് ഔലിയാക്കന്മാരിൽ ഏതെങ്കിലും ഒരാളെ നമ്മൾ കൊച്ചാക്കിയാൽ, ഔലിയാക്കന്മാരിൽ ഏതെങ്കിലും ഒരാളെ നമ്മൾ മോശമാക്കിയാൽ, അവർ വലിയല്ല എന്ന് പറഞ്ഞാൽ, അവരെ നിഷേധിച്ചാൽ, അവർക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ട്, ആ പ്രത്യേകതകൾ നമ്മൾ നിഷേധിച്ചാൽ അവർ മുഴുവൻ അവരുടെ മുഴുവൻ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടും. ഇപ്പോൾ തിജാനികളാണെങ്കിലും നമ്മൾ മറ്റു ത്വരീഖത്തുകാരെ നിന്ദിക്കുക, അല്ലെങ്കിൽ മറ്റ് ഔലിയാക്കന്മാരെ നിന്ദിക്കുക, അങ്ങനെ സ്വഭാവം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടെ ശൈഖിൻ്റെ മഹത്വം പറയാം, പക്ഷേ മറ്റ് ഔലിയാക്കന്മാരെ നിന്ദിക്കാൻ നമുക്ക് പറ്റൂല. മറ്റ് ഔലിയാക്കന്മാരുടെ അവർ പറഞ്ഞ സ്ഥാനങ്ങൾ കുറച്ച് കാണാൻ നമുക്ക് പറ്റൂല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഔലിയാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ നബിമാരിൽ ചില നബിമാരെ മറ്റുള്ളവരെക്കാൾ മഹത്വം കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവരെക്കാൾ മഹത്വം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഔലിയാക്കന്മാരിലും ചില ആൾക്കാരുടെ സ്ഥാനമുണ്ട്, എന്നാൽ ഒരാൾക്ക് എല്ലാവരെക്കാളും സ്ഥാനമുണ്ട്. ആ സ്ഥാനമൊക്കെ നമുക്ക് പറയാം, അത് പ്രചരിപ്പിക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ അത് മറ്റുള്ളവർ നിന്ദിച്ചു കൊണ്ടാവരുത്, പുച്ഛിച്ചു കൊണ്ടാവരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവരുടെ എല്ലാവരുടെയും ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരു തിജാനിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് അവനെ മറ്റ് ഔലിയാക്കന്മാർ നിന്ദിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നമുക്ക് തോന്നിയ അനുസരിച്ച് ഇങ്ങനെ ആൾക്കാരെക്കുറിച്ച് കമൻറ്റ് പറയുന്നൊരു രീതിയാണ്. ആരെ കണ്ടാലും ഇദ്ദേഹം ഔലിയല്ലേ, എന്താ ഔലിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കുക. ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ട് ഒക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യുക. നമുക്കതൊന്നും പരിശോധിക്കാൻ നമ്മളുടെ അടുത്ത് എന്ത് മാനദണ്ഡമുള്ളത്? എല്ലാവരും പരിശോധിക്കാനൊന്നും ആരും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പരിപാടിക്കൊന്നും പോവാതിരിക്കുക. ആരെയും നമ്മൾ അളക്കണ്ട, ആരെയും നമ്മൾ വലിയാണെന്നോ വലിയല്ല എന്നൊന്നും പറയാൻ പോകണ്ട. പക്ഷെ നമുക്ക് ആരെങ്കിലും പരിശുദ്ധമായ ശരീഅത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്താൽ, ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്നില്ല, വലിയ എന്ന് പറഞ്ഞ് നടക്കുകയാണ്, നമുക്ക് അദ്ദേഹം വലിയല്ല എന്ന് പറയേണ്ട, പകരം നിസ്കരിക്കാത്ത തെറ്റാന്ന് പറയാം. അത് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നോമ്പോക്കാത്ത തെറ്റാന്ന് പറയാം, അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ശരീഅത്തിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് പറയാം. അതിനപ്പുറത്ത് നമ്മളൊരു വ്യക്തികളെങ്ങനെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. നമുക്കറിയില്ല ഓരോരുത്തരുടെ അവസ്ഥ, ആളുകളെങ്ങനെയാണ്, അവരുടെ ആന്തരികം എന്താ നമുക്കറിയില്ല. നമ്മൾ 1000 വലിയല്ലാത്ത ആളുകളെ വലിയായിട്ട് പറഞ്ഞാലും ഒരു വലിയനെ പോലും നമ്മൾ നിഷേധിച്ച് പോകരുതെന്നാണ് മശായിഖന്മാർ നമ്മോട് പറഞ്ഞത്. ഒരു വലിയനെ നിഷേധിച്ച് പോകരുത്. 1000 ഔലിയാക്കന്മാരെ നമുക്ക് ഔലിയാണെന്ന് പറയാം, കുഴപ്പമില്ല. ഔലിയാക്കന്മാരല്ലാത്തവരെ അദ്ദേഹം വലിയാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നഷ്ടം വരാനില്ല. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യും. ഏത് സാധാരണക്കാരൻ ഇദ്ദേഹം വലിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വലിയനെ നമ്മൾ സാധാരണക്കാരനാണെന്ന് പറഞ്ഞു പോകരുത്, ഒരു വലിയനെ നമ്മൾ നിന്ദിച്ച് പോകരുത്. നമുക്ക് ഭയങ്കര പ്രശ്നം സൃഷ്ടിക്കും. അത് പൊതുവിലുള്ള ഔലിയാക്കന്മാരുടെ അവസ്ഥയാണെങ്കിലും തിജാനികളൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ആക്കിബത്ത് നന്നായി മരിക്കുന്നവരെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരൊക്കെ ഔലിയാക്കന്മാരാണ്. ആമായ പൊതുവിലുള്ള വിലായത്ത് അവർക്കൊക്കെ ഉണ്ടെന്ന് മശായിഖന്മാർ പറഞ്ഞത് കാണാം. അപ്പോൾ തിജാനികളെയും ഇഖ്വാനികളെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല, അവരെ കുറയ്ക്കാൻ പാടില്ല. അവരിൽ ചിലരെ അംഗീകരിക്കുക, ചിലരെ അംഗീകരിക്കില്ല, ചിലരെ മാറ്റി നിർത്തുക, ചിലരെ നിഷേധിക്കുക, ചിലരെ കൊച്ചാക്കി സംസാരിക്കുക, അതൊന്നും നമ്മുടെ ഭാഗത്തുണ്ടാകരുത്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ചിലരെ അംഗീകരിക്കുന്നു, ചിലർ അംഗീകരിക്കാത്തതിന് തുല്യമാവും. അത് ഈ ആയത്തിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. ഒമൻ ഫറഖ ബൈനഹും ഹുരിമ ബറക്കത്ത ജമീഅഹിം, ആരെങ്കിലും അവരുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കിയാൽ ഹുരിമ ബറക്കത്ത ജമീഅഹിം, അവരുടെ മുഴുവൻ ബറക്കത്തും അവന് നഷ്ടപ്പെടും, അവനത് ഹറാമാക്കപ്പെടും. ഒമൻ സദ്ദഖ ബി ജമീഅഹിം, ആരെങ്കിലും ആ ഔലിയാക്കന്മാരെ മുഴുവൻ വിശ്വസിച്ചാൽ, അദ്ദമഹും, അവരെ മുഴുവൻ ബഹുമാനിച്ചാൽ, ഇഖ്തബസ് മിൻ അൻവാരിഹിം കുല്ലിഹിം, അവരുടെ മുഴുവൻ പ്രകാശത്തിൽ നിന്നും അവന് ഉപകാരം നേടിയെടുക്കാൻ സാധിക്കും.
വല്ലാഹു തആല ഗയൂറുൻ അലാ ഔലിയാഇ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ ഔലിയാക്കന്മാരുടെ മുകളിൽ ഒരു അസൂയയുടെ സംരക്ഷണമുണ്ട്. ഒരു ദൈവികമായ അസൂയയുടെ സംരക്ഷണം തൻ്റെ വലയത്തിൻ്റെ മുകളിൽ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് അള്ളാഹുൻ്റെ ഔലിയാക്കന്മാർ അള്ളാഹു വെച്ചിട്ടുള്ളത്. കമാ കാന അയൂറൻ അല അംബിയാഇ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അംബിയാക്കന്മാരെ അവൻ്റെ അസൂയയുടെ സംരക്ഷണ വലയത്തിൽ വെച്ചതുപോലെ, അതായത് അവരെ അസൂയയുടെ സംരക്ഷണ വലയത്തിൽ വെച്ചതെന്ന് പറഞ്ഞാൽ അതിൽ ആരെങ്കിലും ഒരാളെ നിഷേധിച്ചാൽ, ആരെങ്കിലും കൊച്ചാക്കിയാൽ അവർ അള്ളാഹുവിനെ നിഷേധിച്ചവനെ പോലെയാണ്. ആ രൂപത്തിലുള്ള അസൂയൻ്റെ വലയത്തിൽ അവരെ വെച്ചിട്ടുണ്ട്. അവരാർക്കും വിട്ടുകൊടുക്കാത്ത രൂപത്തിൽ അമ്പിയാക്കന്മാരെ വെച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ വെച്ചിട്ടുണ്ട്. ഫതറദ മൻ ഫറഖ ബൈനഹും. അത് ആ അമ്പിയാക്കന്മാരെ ആരെങ്കിലും അവരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ചാൽ, ചിലർ വിശ്വസിക്കുകയും ചിലർ അവിശ്വസിക്കുകയും ചിലർ സ്വീകരിക്കുകയും ചിലരെ നിഷേധിക്കുകയും ഒക്കെ ചെയ്താൽ അവരിൽ നിന്ന് അല്ലാഹു തആല അവരെ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. അവർക്കൊന്നും ഉണ്ടാവില്ല. വകദാലിക യത്റദു മൻ യഖാ ഫീ ബഅദി ഔലിയാഇഹി. അതുപോലെ തന്നെയാണ് ആരെങ്കിലും അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിൽ ആരെങ്കിലും ഇകയറ്റിയാൽ സംഭവിക്കുന്നതും. അവരെയും അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കും. വയുഅദ്ദിമു ബഅദ്. അവരിൽ ചില ആൾക്കാരെ ബഹുമാനിക്കുകയും ചിലരെ ഇകറ്റുകയും ചെയ്താൽ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവരെ പുറത്താക്കും. ലിഅന്ന ബഅദഹു വകുല്ലുൻ. കാരണം ചിലത് എന്ന് പറയുന്നത് ചിലതല്ല, മുഴുവനുമാണ്. ഒരു ശരീരത്തിൽ നമുക്ക് ഒരു കൈവിരലിന് വേദന ആയാൽ മുഴുവൻ ശരീരത്തിന് വേദന ആവുന്നത് പോലെയാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിൽ അമ്പിയാക്കന്മാരിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ വേദനിപ്പിച്ചാൽ, അവരെ കയറ്റിയാൽ അത് മുഴുവൻ ശരീരത്തിന് വേദനിപ്പിച്ച പോലെയാണ് എന്ന് പറയുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ഈ ആയത്ത് ഓതി നോക്കൂ. ഇന്നല്ലദീന യക്ഫറൂന ബില്ലാഹി വറസൂലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദ് വനക്ഫറു ബിബഅദ് യുരീദൂന യത്തഖിദൂ ബൈന ദാലിക സബീല. അതായത് ചില ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നു, ചില ഒഴിവാക്കുന്നു. ഈ കൂട്ടത്തിൽ വേറൊരു ടീമുണ്ട്. അവർ പഴയ കാലത്ത് ഔലിയാക്കന്മാരെ സ്വീകരിക്കും. ഈ ആധുനിക കാലത്തൊന്നും ഔലിയാക്കന്മാരില്ല എന്ന് പറയും. അങ്ങനെ ഉണ്ടല്ലോ. അതും ഏതുപോലെയാണ്? യഖൂലൂൻ. അവർ പറയുന്നത് പറഞ്ഞു ഒമിനു ബിബാദ്. കുറച്ച് പഴയ കാലത്ത് ഔലിയാക്കന്മാരെ അവർ സ്വീകരിക്കും. വനക്ഫർ ബിബാദ്. അവർ ഇക്കാലത്ത് ഔലിയാക്കന്മാരെ നിഷേധിക്കും. പഴയ കാലത്ത് ഒരുപാട് ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇനി ഔലിയാക്കന്മാരൊന്നുമില്ല എന്ന് പറയുന്നവർ ശരിക്കും യഖൂലൂൻ അവർ പറയുന്നവരെ പോലെയാണ്. ഒമിനു ബിബാദ്. അവർ പഴയ കാലത്തെ കുറച്ച് ആൾക്കാരെ വിശ്വസിക്കും. വനക്ഫർ ബിബാദ്. ഈ കാലത്തെ ആൾക്കാരെ വിശ്വസിക്കും. അങ്ങനത്തെ ഒരു ടീമുണ്ട്. വേറൊരു ടീം അവർ ഈ കാലത്ത് ഔലിയാക്കന്മാരെ വിശ്വസിക്കും, എന്നാൽ അവരൊന്നും തർബീയത്തിലില്ല, അവരൊന്നും നല്ല ആൾക്കാരല്ല, അത്രത്തോളം വലിയ ആൾക്കാർ ഈ കാലഘട്ടത്തിലില്ല എന്ന് വിശ്വസിക്കും. അതും ഇതുപോലെയാണ്. ബിബാദ്. ചില ആൾക്കാർ വിശ്വസിക്കുന്നു, ചില ആൾക്കാർ അവിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. അതേപോലെ ഇനി ഔലിയാക്കന്മാരിൽ എല്ലാവരും തർബീയത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചു. പക്ഷേ യഥാർത്ഥ ഔലിയാക്കന്മാർ ആരെങ്കിലും നിന്ദിച്ചു, അവരും ഈ പറഞ്ഞ കൂട്ടത്തിൽ വരും. ബിബാദ് വനക്ഫിറു ബിബാദ്. നിങ്ങൾ നാലിച്ചൊക്കെ എല്ലാം ചെയ്യുന്നുണ്ടാവും. ആ മനുഷ്യൻ ബാഹ്യമായ കണ്ണിൽ ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് നോക്കുന്നുണ്ടാവും, ഹജ്ജ് ചെയ്യുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, ഇസ്ലാമികമായ വേഷങ്ങൾ ആയിരിക്കും. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നുണ്ടാവും, ദിക്ർ ചൊല്ലുന്നുണ്ടാവും, സലാത്ത് ചൊല്ലുന്നുണ്ടാവും. അദ്ദേഹം ചെയ്യേണ്ട ബാഹ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈമാൻ നഷ്ടപ്പെട്ടത്. എന്താ കാരണം? ഒരൊറ്റ വലിയനെ നിന്ദിച്ചു, ഒന്നും ചെയ്തില്ല. അവൻ ബാക്കിയുള്ളവരൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. ഒരാൾ ത്വരീക്കത്ത് സ്വീകരിച്ചിട്ടുണ്ട്, ഏതോ ഒരു വലിയനെ ത്വരീക്കത്ത് സ്വീകരിച്ചു, അവരുടെ ദിക്ർ കൊണ്ടെടുക്കുന്നു, ആ ഷെയ്ഖിൻ്റെ പിന്നാലെ നടക്കുന്നു. പക്ഷെ വേറെ വലിയനെ അവനെ നിന്ദിച്ചു. അങ്ങനെയുള്ള അവസ്ഥാണെങ്കിലോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈമാൻ ഊരപ്പെടുന്ന ബാഹ്യമായി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉലായിക്കഹുമുൽ കാഫിറൂന ഹഖൻ. അതുകൊണ്ടാണ് പറഞ്ഞ ഉലായിക്കഹുമുൽ കാഫിറൂന ഹഖൻ. അവർ ശരിക്ക് അവരെന്നെയാണ് കാഫിരീങ്ങൾ. നിങ്ങൾക്ക് സംശയം വരെ വേണ്ട അവർ കാഫിറാന്നുള്ളത്. ആതന്നാലിൽ കാഫിരീന അദാബൻ മുഹീന. അള്ളാഹു നിന്ദ്യകരമായ ശിക്ഷ അവർക്ക് നൽകിയിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അങ്ങനത്തെ വലിയ ഹൊജാക്കന്മാരൊക്കെ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും വലിയ നിന്ദിച്ചത് കൊണ്ട് നമ്മൾ ആ കാഫിരീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടും.
നിന്ദിച്ചതിൻ്റെ പേരിൽ. ഇനി അടുത്ത ആയത്ത് 152 ആയത്ത്. വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി വലൻ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും ഉലൈക സൗഫ യുതീഹിം ഉജൂറഹും വകാനല്ലാഹു ഗഫൂറർ റഹീമ. വല്ലദീന ആമനു ബില്ലാഹി വബിറസൂലി, ആരെങ്കിലും അള്ളാഹുവിലും അവൻ്റെ മുർസലീങ്ങളിലും വിശ്വസിച്ചു. വലം യുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരുടെ ഇടയിൽ അവന് വേർതിരിവൊന്നും കാണിച്ചില്ല, എല്ലാവരിലും വിശ്വസിച്ചു. ഉലൈക സൗഫ യുതീഹിം ഉജൂറഹും, അവർക്ക് വേണ്ടിയാണ് അള്ളാഹു അവൻ്റെ പ്രതിഫലം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഫിയാൽ തഫ്സീറിൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ പറയുന്നു, അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അതിൻ്റെ അർത്ഥം കുല്ലിഹിം, അവരെ മുഴുവൻ വിശ്വസിച്ചു. വലം യുഫർരിഖു ബൈന അഹദിൻ മിൻഹും ഉലൈക സൗഫ യുതീഹിം ഉജൂറഹും സവാബ അമാലും, അവരുടെ അമലുകൾക്ക് പ്രതിഫലമായി കൊണ്ട് അവർക്ക് നൽകപ്പെടും. വകാനല്ലാഹു ഗഫൂറൻ, അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനാണ്. ലി ഔലിയാഹി, അവൻ്റെ ഇഷ്ടദാസന്മാർക്ക്. റഹീമൻ, അവൻ കരുണാനിധിയാണ്. ബി അഹ്ലി ത്വാ, അവൻ അനുസരിക്കുന്നവർക്ക്. തഫ്സീർ റൂഹുൽ ബയാനിലെ ഒരു സംഭവം പറയുന്നത് കാണാം. ഇപ്രകാരം പറയപ്പെടുന്നു, സുമുഖനായ ഒരു യുവാവുണ്ടായിരുന്നു. അവന് ചില കൂട്ടുകാരുമുണ്ടായിരുന്നു. അവർ തിന്നും കുടിച്ചും ആഡംബരത്തിലും സുഖലോലുപതയിലുമായിരുന്നു കഴിഞ്ഞിരുന്നത്. അങ്ങനെ അവരുടെ കൈവശമുണ്ടായിരുന്ന ദിർഹമുകൾ തീർന്നുപോയി. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ദൂർത്തടിച്ച് ജീവിച്ചിട്ട് അവസാനം അവരുടെ അടുത്ത് പൈസ ഒക്കെ തീർന്നുപോയി. ഒരു ദിവസം അവർ ഒത്തുകൂടുകയും കവർച്ച നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ പൈസ തീർന്നു പോയാൽ അടിച്ചു പൊളിച്ച് നടന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് കുറച്ച് കട്ടിട്ട് പൈസ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ഒരു വഴിയിലേക്ക് ഇറങ്ങി. ഒരു യാത്രാ സംഘത്തെയും കാത്തിരിപ്പായി. എന്നാൽ 3 ദിവസമായിട്ടും ആ വഴിയിലൂടെ ആരും കടന്നുപോയില്ല. അപ്പോഴാണ് ആ യുവാവ് ഒരു ഷെയ്ഖിനെ കണ്ടത്. അദ്ദേഹം അവനോട് പറഞ്ഞു, എൻ്റെ മകനെ, ഇതല്ല നിൻ്റെ പണി. അതിനാൽ നീ അള്ളാഹുവിനോട് പാപമോചനം തേടുക. നീ എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ ബുർജഹിലെ സയ്യിദ് ബുഖാരി ജുമാ മസ്ജിദ് ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. ഇതല്ലട്ടോ നിൻ്റെ പണി, ഈ പണി എടുക്കാനല്ല നിന്നെ അള്ളാഹു പറഞ്ഞത് എന്ന് ആ ഷെയ്ഖ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ആ യുവാവിനോട്. ആ വാക്കുകളുടെ സ്വാധീനത്താൽ ആ യുവാവിൻ്റെ ഹൃദയം ചുട്ടുപൊള്ളി. ചില വാക്കുകൾക്ക് അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് പറയണമെന്നില്ല. മഹത്തുക്കളായ ആളുകളുടെ വാക്കുകളാണെങ്കിൽ ഒരു വാക്ക് മതി. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്നവർ പറഞ്ഞാൽ നമ്മളൊരു 2 മണിക്കൂർ വയത് കേൾക്കേണ്ട ആവശ്യം വരില്ല. ആ ഒരൊറ്റ വാക്ക് മതിയാവും അവരുടെ ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാവാൻ. അപ്പോൾ ഈ ഒരു മഹാൻ്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചുട്ടുപൊള്ളിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. അവൻ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അഭിപ്രായം കേൾക്കുകയാണെങ്കിൽ വരൂ, നമുക്ക് ബുർജയിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ചില മരപ്പണിക്കാരെ നിരീക്ഷിക്കാം. അവരുടെ പിന്നാലെ ചെന്ന് നമുക്ക് അവരുടെ സമ്പത്ത് തട്ടിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെയും കൊണ്ട് പോകണം മൂപ്പർക്ക്. പോവുകയാണെങ്കിൽ അവരോട് അവിടെ പോയി ആ ഷെയ്ഖിനെ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അവരാരും വരില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, നമുക്ക് ഒന്ന് ഒരുമിച്ച് പോകാം, അവിടുന്ന് തട്ടിപ്പ് നടത്താം, വരി എന്ന് പറഞ്ഞു. അവർ അവൻ്റെ വാക്ക് സ്വീകരിച്ചു. അങ്ങനെ അവർ ബുർജയിലെത്തിയപ്പോൾ അവരോട് പറഞ്ഞു, വരൂ, നമുക്ക് സയ്യിദ് ബുഖാരി ജുമാ മസ്ജിദിൽ വെച്ച് നിസ്കാരം നിർവഹിക്കാം. നമ്മുടെ ഉദ്ദേശം സഫലമാക്കാൻ നമുക്ക് എവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതായത് ഇപ്പോൾ കക്കാൻ പോവാണല്ലോ, കക്കാൻ പോകുമ്പോൾ ഒന്ന് നല്ലോണം പൊരുത്തത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവണം. അങ്ങനെ പറഞ്ഞു. ഓൽക്കും ഓക്കെ എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഓരും പോയി. അങ്ങനെ അവർ പള്ളിയിൽ വന്നപ്പോൾ അവിടെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഖിനെ അവൻ കണ്ടു. അവൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുകയും പാശ്ചാത്തപിക്കുകയും ചെയ്തു. അവൻ 2 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ അടുക്കൽ കഴിഞ്ഞു. പിന്നീട് ആ 2 വർഷങ്ങൾക്കു ശേഷം ഈ ഷെയ്ഖ് ആഖ് ശംസുദ്ദീൻ്റെ സന്നിധിയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. മൂപ്പരെ ഈ ആളെ ഒരു ആത്മീയമായ തർബീയത്തിന് വേണ്ടി മറ്റൊരു ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അവന് ആത്മീയ ശിക്ഷണം നൽകി വളർത്തി. അങ്ങനെ അപൂർണനായ ഒരു വിശ്വാസിയും കവർച്ചക്കാരനുമായിരുന്ന അവൻ പൂർണ്ണനായ ഒരു മനുഷ്യനായി മാറി. ഇതുകൊണ്ടാണ് ഒരാളുടെ അന്ത്യത്തെ, അതായത് അവസാനത്തെ അവസ്ഥയെ
പ്രധാനമായും പരിഗണിക്കുന്നത്. എന്നാൽ നല്ലൊരു അന്ത്യമുണ്ടാകുക എന്നത് തുടക്കത്തിൽ തന്നെയുള്ള മുൻകൂട്ടിയുള്ള ദൈവിക പരിലാളനയിൽ നിന്നുള്ളതാണ്. ഒരാൾ നല്ല അന്ത്യത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമേ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവണം അവന് ആ ഒരു അവസ്ഥ ഉണ്ടാവണം, എന്നാലേ അവൻ മരിക്കുള്ളൂ. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സന്മാർഗം നമ്മളെ നീ സന്മാർഗം പ്രാപിച്ചവരിൽ ഉൾപ്പെടുത്തണമേ. ആമീൻ യാ മോയിൻ. മഹാനവറുകൾ തന്നെ തുടർന്ന് പറയാണ്, വഅലം, നിങ്ങൾ അറിയണം, അന്നൽ ഈമാന വ തൗഹീദ ഹുവ അസ്ലുൽ ഉസൂൽ. ഈമാനും തൗഹീദും ഉണ്ടല്ലോ, അതാണ് എല്ലാ അടിസ്ഥാനത്തിൻ്റെയും അടിസ്ഥാനം. ഈമാനും തൗഹീദുമാണ്. വഹുവ ഇൻ കാന ലാ യസീദു വലാ യൻഖുസ് ഇന്ദ ഇമാമുൽ ആലം. ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ തൗഹീദ് എന്നത് ഇങ്ങനെ കൂടുന്ന ഒന്നല്ല എന്നാണ് ഒരു വിശ്വാസം. പക്ഷേ ഇല്ല അന്ന നൂറുഹു യസീദു ബിത്വാഅ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം അതിൻ്റെ പ്രകാശം വർദ്ധിക്കും. എങ്ങനെ? ബിത്വാഅത്ത്, നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈമാനിൻ്റെ പ്രകാശം വർദ്ധിക്കും. വനഖ്സു ബിസയ്യാത്ത്, നമ്മൾ തെറ്റുകൾ കൊണ്ട് അതിൻ്റെ പ്രകാശം കെട്ടുപോകും. വയംബഇ ലിത്വാലിബിൽ ഹഖ്, അതുകൊണ്ട് അള്ളാഹുവിന് തേടുന്ന ആളുകൾക്ക് നിർബന്ധമാണ് അൻ യുറാഇ അഹ്കാമ ശരിയ, പരിശുദ്ധമായ ശരീഅത്തിൻ്റെ അഹ്കാമുകളെ വിലക്കുകളെ പരിപാലിക്കുക എന്നത്. ആദാബ് ത്വരീഖ, അതുപോലെ തന്നെ ത്വരീഖത്തിൻ്റെ അദബുകൾ പരിപാലിക്കുക എന്നത്. ലിയതഖവ്വ ജാനിബു റൂഹാനിയത്തി, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവൻ്റെ ആത്മീയമായ അവസ്ഥ പരിപാലിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവൻ്റെ ആത്മീയമായ അവസ്ഥ ഉഷാറാവുന്നത് അവൻ നന്മ ചെയ്യുന്നതിലൂടെയും തിന്മ ഒഴിവാക്കുന്നതിലൂടെയാണ്. അങ്ങനെ അവൻ നന്മ വർദ്ധിപ്പിക്കണം. എങ്ങനെ? അവൻ്റെ ഈമാൻ്റെ പ്രകാശം വർദ്ധിക്കാൻ വേണ്ടി. തിന്മ ഒഴിവാക്കണം. എങ്ങനെ? അവൻ്റെ ഈമാൻ്റെ പ്രകാശം വർദ്ധിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ റൂഹിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് ഈ അമലുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ചും തെറ്റുകൾ കുറയുന്നതിനനുസരിച്ചുമാണ്. ഫൈന അൻവാറത്താത്ത്, കാരണം അമലുകളുടെ പ്രകാശം എന്ന് പറയുന്നത് കല്ല അദിയത്തി അന്നഫീസത്തിൽ അർവാഹ്, അമലുകളുടെ പ്രകാശമെന്ന് പറയുന്നത് നമ്മളുടെ ആത്മാക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം പോലെയാണ്. നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ്. ഹുസൂസൻ നൂറ തൗഹീദ് വ ദിക്ർ, തൗഹീദിൻ്റെയും ദിക്റും പോലെ. അപ്പോൾ നിങ്ങൾ ദിക്ർ വർദ്ധിപ്പിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അതിലൂടെ നിങ്ങളെ റൂഹിന് ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്നതനുസരിച്ച് അതിങ്ങനെ തടിച്ച് കൊഴുത്ത് ഉഷാറായി വരും. അത് ഈ നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ, ശരീരത്തിന് ഭക്ഷണം കൊടുത്താൽ ശരീരം തടിച്ച് ഉഷാറായി വരുന്നത് പോലെ, ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അത് ശോഷിക്കുന്നത് പോലെയും, അതുപോലെ അതിന് മോശപ്പെട്ട ഭക്ഷണം കൊടുത്താൽ അത് അസുഖം വരുന്നത് പോലെയും, നമ്മൾ റൂഹിനും അതുപോലെ നമ്മൾ നല്ല അമലുകൾ കൊണ്ട് അതിനെ പരിപോഷിപ്പിച്ചാൽ അത് നല്ല ഉഷാറായിട്ട് വരും. അതിന് തെറ്റുകൾ ചെയ്താൽ അതുകൊണ്ട് അതിന് ശോഷണം സംഭവിക്കും, അസുഖം വരും. ഭക്ഷണം ഈ നന്മകളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത് ബലഹീനമായി തീരും. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ദിക്റാണ് ഏറ്റവും വലുത്. വഹുവ അൽ ഉംദതു ഫി തസ്ഫിയത്തുൽ ബാത്തിനി വദ്ദാഹിറ, കാരണം അതാണ് ബാഹ്യവും ആന്തരികവുമായ ശുദ്ധീകരണത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന മാനദണ്ഡം ദിക്റാണ്. സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, അൽ അദബു അദബാൻ, അദബ് രണ്ട് വിധമുണ്ട്. ഫൽ അദബു സിർറു ത്വഹാറത്തുൽ ഖൽബ്, രഹസ്യമായിട്ടുള്ളൊരു അദബുണ്ട്, അത് ഖൽബിൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അദബുൽ അലാനിയ, ബാഹ്യമായൊരു അദബുണ്ട്. ഹിഫ്ളുൽ ജവാരിഹി മിനദ്ദുനൂബ്, അത് ബാഹ്യമായ അവയവങ്ങളെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ട് തരം അദബുണ്ട്.
ഒന്നാമത്തെ അദബ് കൽബുമായി ബന്ധപ്പെട്ട അദബാണ്. അത് അവൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അദബ് ബാഹ്യമായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് അവൻ്റെ കർമ്മങ്ങളെ തെറ്റുകളിൽ നിന്ന് മുക്തമാക്കുക എന്നുള്ളതാണ്. ഫഅലൈക ബിതറക്കു ശുറൂർ, അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണ്. വൽ ഈമാനിൽ ഖാമിൽ ബില്ലാഹിൽ ഗഫൂർ, അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള എല്ലാം പൊറുക്കുന്നവനായ അള്ളാഹുവിലുള്ള പരിപൂർണമായ ഈമാൻ മുറുകെ പിടിക്കലും. ഹത്താ തനാലൽ അജ്റൽ മഅഫൂർ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സമൃദ്ധമായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ സുറൂറു ഫീ ദാറുൽ ഹുദൂർ, അവൻ്റെ സാന്നിധ്യം ആസ്വദിക്കുന്ന ആ ഒരു ലോകമുണ്ടല്ലോ, പരലോകം, ആ ലോകത്ത് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനും സാധിക്കും. ഫലാബുദ്ദ ഫിൽ ഇഷ്ക് ഫി ത്വരീഖൽ ഹഖ്, പക്ഷേ ഈ ഒരു യാത്രയിലുടനീളം, നമ്മൾ ഈ ആത്മീയ യാത്രയിൽ, ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ യാത്രയിൽ, ബാഹ്യമായ കർമ്മങ്ങൾ പരിപോഷിപ്പിക്കുന്ന യാത്രയിൽ നമുക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് ഇഷ്കാണ്. അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത പ്രേമമാണ്. അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമ്മളുടെ അടുത്ത് ഉണ്ടാവേണ്ട ഇന്ധനമാണ് ഈ ഇഷ്ക്, അള്ളാഹുവിനോടുള്ള പ്രണയം. ലിയസിലത്വാലിബിലാസുൽ മുത്തലഖ്, അതാണ് ആ അങ്ങേയറ്റത്തെ ഉന്നതമായ പരിപൂർണമായ ആ രഹസ്യത്തിലേക്ക് ഒരു അന്വേഷകനെത്തിക്കുന്നത്. മുജറദുൽ ഉംനിയത്തിൽ മുനിയത്തുൻ, എന്നാൽ അവനത് വെറും താല്പര്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇപ്പോൾ നമ്മൾ ഒരാളോട് ഇങ്ങനെ പറയാം, നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ട, അള്ളാഹുലേക്ക് യാത്ര ചെയ്യണ്ടേ, മശായിഖന്മാരെ വഴി സ്വീകരിക്കണ്ടേ, നല്ല മനുഷ്യനാവണ്ടേ, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ കൊള്ളാം, ഇത് നല്ലൊരു ആശയമാണല്ലോ എന്ന് മനസ്സിലാക്കി കൊള്ളാമെന്ന് മനസ്സിലാക്കുന്നൊരാഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം നമ്മളെവിടെ എത്തിക്കൂല. കൊള്ളാം, അധികവും ഞാൻ കുറേയായി ഞാൻ അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നു, ആത്മീയമായ യാത്രയിൽ ഞാൻ കുറേയായി പരിശ്രമിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. ആ കുറേ എന്തായിരിക്കും എന്നറിയാം, ഒരാഗ്രഹം മാത്രമായിരിക്കും, വെറും ഒരാഗ്രഹം. ആ കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരാഗ്രഹം. എനിക്കൊന്നും അള്ളാഹിനെ അറിയാനൊന്നും കുഴപ്പമില്ല, അള്ളാഹുവിലൂടെയൊക്കെ യാത്ര ഒന്നും കുഴപ്പമില്ല, മശായിഖന്മാരെ വഴി സ്വീകരിക്കുന്ന കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു ചെറിയൊരാഗ്രഹം മാത്രം. അത് ഒരു ഇഷ്കൊന്നും അതിലുണ്ടാവില്ല, അങ്ങേയറ്റത്തെ അഭിനിവേശമൊന്നും അതിലുണ്ടായിട്ടുണ്ടാവില്ല, വലിയൊരു അഭിലാഷമായി അത് മാറിയിട്ടുണ്ടാവില്ല. ഒരു മാത്രം. ആഗ്രഹം നമ്മൾ ഒരിക്കലും അതിലേക്ക് എത്തിക്കൂല. സഫീനത്തു ലാ തജ്രി അലൽ യബസ് കമാ ഖാലത്തുൽ റാബിയ, ബഹുമാനപ്പെട്ട മഹദി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. സഫീനത്തു, കപ്പലുണ്ടല്ലോ, ലാ തജ്രി അലൽ യബസ്, അത് വരണ്ട സ്ഥലത്തുകൂടി യാത്ര ചെയ്യില്ല. നിങ്ങൾക്ക് ആത്മീയമായ യാത്ര ചെയ്യാനാണോ ആഗ്രഹം? അതിന് നല്ല പദമുള്ള വെള്ളമുള്ള സ്ഥലം ഉണ്ടാവണം. അതെന്താ, മഹബത്തിൻ്റെ കടലാണത്. ആ കടലിലൂടെ ആ കപ്പൽ യാത്ര ചെയ്യുള്ളൂ. വരണ്ട സ്ഥലത്ത് കപ്പൽ യാത്ര ചെയ്യില്ല. നിങ്ങളെ ആഗ്രഹം വെറും ആഗ്രഹം മാത്രമായി നിലനിൽക്കരുത്. അതൊരു വലിയ അഭിനിവേശമാവണം, ഒരു തീവ്രമായ കൊതിയാവണം. അത് കിട്ടിയേ മതിയാവുന്നുള്ളൊരു ഭയങ്കരമായ ഒരു പ്രണയത്തിൻ്റെ അവസ്ഥയായി തീരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്യുള്ളൂ, അല്ലെങ്കിൽ യാത്രയാവില്ല അത്. തായിഫുൽ ഇഷാറത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഫൽ ഇഷാറത്തു ഫി ഹാദ അന്ന മൻ ലം യഖ്റുജ് അൻ ഉഹുദത്തുൽ അസ്ലാം ബികുല്ലിയ, ആരെങ്കിലും അവൻ ചെയ്യേണ്ട ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ, പ്രധാനമായും അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മശായിഖന്മാരെയും ഒക്കെ വിശ്വസിക്കുന്ന, അവരെ മുറുകെ പിടിക്കുന്ന അത്തരം ഈമാനികമായ ബാധ്യതകൾ, കർമ്മത്തിൻ്റെ ബാധ്യതകൾ എല്ലാവർക്കും പൂർത്തീകരിക്കാൻ കഴിയില്ലല്ലോ. ആ ഈമാനികമായ ബാധ്യതകൾ ആരെങ്കിലും പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ, ഫലൈസ ലഹു മിൻ ഹഖീഖത്തുൽ വസ്ലു ഷദിയത്തുൻ, അവന് അള്ളാഹുവിൽ എത്തിച്ചേരുക എന്ന് പറയുന്നതിൻ്റെ ഒരു കഷ്ണം പോലും കിട്ടൂല. പിന്നല്ല മുഴുവനായി എത്തിച്ചേരൽ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഫമൻ ഖത അൽ മുസാഫത്ത, ആരെങ്കിലും ഒരുപാട് ദീർഘം യാത്ര ചെയ്തു, വൈൻ ഖാന ഫിൽ ഹജ്ജ് അമീഖൻ, ഒരുപാട്
പിന്നെ മലകളൊക്കെ താണ്ടി അവൻ ഹജ്ജിലേക്ക് വന്നു. സുമ്മ ബഖിയ അൻ അറഫാത്തി ബി അദ്ന ബഖിയത്തൻ, എന്നിട്ട് അറഫയിലേക്ക് അവന് കുറച്ച് ദൂരെ ബാക്കിയുള്ളൂ. അറഫയിൽ മാത്രം പോയില്ല. അങ്ങനെയാണെങ്കിൽ ലം യുദ്രിക്കുൽ ഹജ്ജ്, അവന് ഹജ്ജില്ല. ബാക്കിയൊക്കെ ചെയ്താലും അത് ചെയ്തില്ലെങ്കിൽ അവന് ഹജ്ജില്ല. അതുപോലെയാണ് അവനെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ മശായിഖന്മാരെ മുറുകെ പിടിക്കുന്നില്ല. അതേസമയം എല്ലാ ഔലിയാക്കന്മാരെയും അവൻ അംഗീകരിക്കുന്നുണ്ട്, ഒരു വലിയിലേക്ക് അവൻ ചായുന്നില്ല, അവർ പറഞ്ഞ അനുസരിക്കുന്നില്ല. സംഭവം എല്ലാം ചെയ്തു, അത് മാത്രം ചെയ്തില്ല. അത് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നതിന് കാര്യമില്ല. അതാണ് അതിൻ്റെ കാതലായ വശം. അത് സ്വീകരിക്കാതെ ബാക്കിയൊക്കെ സ്വീകരിച്ചിട്ട് എന്താ കാര്യം? എല്ലാ മുസ്ലിങ്ങളെയും വിശ്വസിച്ച് ഒരു റസൂലിനെ മാത്രം വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതാണ് അതിൻ്റെ കാതലായ വിഷയം. അതുപോലെ എല്ലാ ഔലിയാക്കന്മാരും വിശ്വസിച്ചു, ഷെയ്ഖിനെ വിശ്വസിച്ചില്ല, ഒരു റബ്ബിയായ ഷെയ്ഖിൻ്റെ കൈ പിടിച്ചില്ല. അതുകൊണ്ട് അള്ളാഹെത്തിച്ചേരില്ല. അൽ ഹജ്ജു അറഫ എന്നാണ്, അറഫയിൽ നിൽക്കലാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ഒരു കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്തെ കാര്യത്തെ മൊത്തം ഹജ്ജിലേക്ക് പറയാൻ കാരണം അതാണ്. അതതിൻ്റെ കാതലാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഖാതബു അബ്ദുൻ മാ ബഖയ അലൈഹി ദിർഹമുൻ, ഒരു അടിമ, അടിമൻ്റെ വില, അടിമക്കുള്ള വില ഒരാൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിലൊരു ദിർഹമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും അപ്പോഴും അദ്ദേഹം അടിമ തന്നെയാണ്. അപ്പോൾ നമ്മൾ അടിമനെ മോചിപ്പിക്കാൻ നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വില 1000 ദിർഹമാണ്. നമ്മൾ കൊടുത്ത് 999 ദിർഹമേ ഉള്ളൂ. എന്നിട്ട് അത് മോചിപ്പിക്കാൻ മറ്റേ ആൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ദിർഹത്തിൻ്റെ കുറവിലും അദ്ദേഹം അടിമ തന്നെയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു നജീബ് തങ്ങൾ ബഹ്റുൽ മദീദിൽ പറയാണ്, വല്ലദീന സദഖൂ ബി ഔലിയാ ഇല്ല, ആരെങ്കിലും അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ വിശ്വസിച്ചു, വഅല്ലമു ജമിഅഹിം, അവരിലെ മുഴുവൻ ആളുകളെയും അദ്ദേഹം വിശ്വസിച്ചു, വഖതബസു ബി അൻവാരി കുല്ലിഹിം, അങ്ങനെയാണെങ്കിൽ അവന് ഔലിയാക്കന്മാരിൽ നിന്നുള്ള പ്രകാശങ്ങൾ അവന് നേടിയെടുക്കാൻ സാധിക്കും. ഉലായിക സൗഫ നുഅ്തീഹിം ഉജൂറഹും, അവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം സംവിധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വലിയ പ്രതിഫലം ഈ ഭാവിയിൽ കൊടുക്കും, അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്താണ്? ഉനഇമുഹും ഫീ ജന്നാത്തുൽ മഅരിഫ ഫീ ദാരി ദുനിയ, ദുനിയാവിൽ അവർക്ക് പ്രതിഫലമുണ്ട്. അതെന്താണ്? അവരെ മാരിഫത്തിൻ്റെ സ്വർഗത്തിലേക്ക്, ആ മാരിഫത്തിൻ്റെ സ്വർഗമാകുന്ന അനുഗ്രഹത്തിലേക്ക് അവരെ കൊണ്ടുപോകപ്പെടും. അതാണ് അവർക്ക് ദുനിയാവിൽ കൊടുക്കുന്ന പ്രതിഫലം. ആരെങ്കിലും അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ മുഴുവൻ വിശ്വസിച്ചു, അവരെ മുഴുവൻ ബഹുമാനിച്ചു, ഷെയ്ഖിനെ സ്വീകരിച്ചു, അവരോട് യാത്ര ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവന് അള്ളാഹിൻ്റെ മാരിഫത്തിൻ്റെ സ്വർഗം അള്ളാഹു ദുനിയാവിന് നൽകും. ഫൈൻ മാത്തു, ഇനി അവൻ മരിച്ചാലോ, അസ്കന്നാഹും ഫീ ഫറാദിസിൽ ഉല, അവന് അള്ളാഹു താല ഏറ്റവും ഉന്നതമായ ഫിർദൗസിൽ താമസിപ്പിക്കുകയും ചെയ്യും. ഫീ മഖാദി സിദ്ഖിൻ ഇന്ദ മലീക്കിൽ മുഖ്തദിർ, ഫീ മഖാദി സിദ്ഖിൻ്റെ ഇരിപ്പിടത്തിലായി ഇന്ദ മലീക്കിൽ മുഖ്തദിർ, സർവാധിപതിയായ മലിക് രാജാവിൻ്റെ മുമ്പിൽ. അള്ളാഹു താലാലം, അള്ളാഹുവാണ് കൂടുതൽ നന്നായി അറിയുന്നവൻ. 153-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسألك أهل الكتاب أن تنزل عليهم كتابا من السماء فقد سألوا موسى أكبر من ذلك فقالوا أين الله جهرة فأخذتهم صاعقة بظلمهم ثم اتخذت العجل من بعد ما جاءتهم البينات فعفونا عن ذلك وآتينا موسى سلطانا مبينا. يسألونك أهل الكتاب, അഹ്ലുൽ കിതാബിൽപ്പെട്ട, അതായത് ജൂതന്മാർ, അവർ റസൂലുള്ളാഹിയോട് ആവശ്യപ്പെടും. എന്താണ് ആവശ്യപ്പെടുന്നത്? അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ്സമാ, അതായത് ആകാശത്ത് നേരിട്ടൊരു കിതാബ് കൊണ്ടുവരാൻ. അതിങ്ങനെ ഈ ഖുർആൻ ഇറങ്ങുന്ന ഘട്ടം ഘട്ടമായിട്ടാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാം ഖുർആൻ അവിടുത്തെ തൗറാത്ത് ഇറങ്ങിയത് ഒറ്റ ഒരു ഫലകത്തിലാണ്. എന്നാൽ ഖുർആൻ ഇറങ്ങിയത് ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് ഇറങ്ങിയതുപോലെ ഒരൊറ്റ ഒന്നായിട്ട് ഇങ്ങനെ
ഇറക്കാൻ ചോദിക്കുന്നു. തുനസ്സിൽ അലൈഹിം കിതാബ് മിനസ്സമ, ആകാശത്ത് നിന്ന് കിതാബ് കൊണ്ടുവരാൻ പറയും. ഒറ്റ കിതാബായിട്ട്. ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക. അപ്പോൾ റസൂലുള്ളാഹികളെ നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത്രയും അത്ഭുതങ്ങളൊക്കെ കണ്ട്, ഈ റസൂലുള്ളാഹികളെ കണ്ട്, മോചിതത്തുകളൊക്കെ കണ്ട്, ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് വീണ്ടും ചോദിക്കാനുള്ളത് ഈ ആയത്തുകളൊക്കെ കണ്ട്, പരിശുദ്ധമായ ഖുർആൻ്റെ അത്ഭുതമൊക്കെ കണ്ട്, ഇത് ഘട്ടം ഘട്ടമായി കിട്ടുന്ന പ്രശ്നം. എനിക്ക് മൊത്തത്തിൽ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹികൾക്ക് അത്ഭുതം തോന്നുമല്ലോ, എന്താ ഈ ചങ്ങായിമാർ പറയണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കാരണം ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക്, അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് അതിനേക്കാൾ വലുത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചോദിച്ച വലിയ അത്ഭുതമായി തോന്നുന്നുണ്ടാവും. ഓരെന്ന് പറഞ്ഞാൽ ഓരോ പിതാമഹന്മാർ മൂസാ നബി അലൈഹി സ്വലാമിനോട് അതിനേക്കാൾ വലുത് ചോദിച്ചിട്ടുണ്ട്. ഫഖാലു അരിനല്ലാഹ ജഹറത്തൻ, അവർ മൂസാ നബിയോട് ചോദിച്ചു. ഇപ്പോൾ കിതാബ് കൊണ്ടുവരാനല്ലോ പറഞ്ഞുള്ളൂ. മൂസാ നബിയോട് അവർ ചോദിച്ചാൽ എന്താ പറയുക? അരിനല്ലാഹ ജഹറത്തൻ, അള്ളാഹിനെ നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് കാണണമെന്ന്, എന്നാൽ വിശ്വസിക്കാമെന്ന്, നേരിട്ട് കണ്ണുകൊണ്ട് കാണണം എന്നാൽ വിശ്വസിക്കാമെന്ന് അവർ പറഞ്ഞു. ഫഹദത്തുഹും സായിഖത്തു ബിദുൽമിഹിം, അവരെ മുകളിൽ അവരെ പിടികൂടി, ഇടിമിന്നൽ പിടികൂടി, ബിദുൽമി, അവരെ ഈ അക്രമം കൊണ്ട്, ഈ ഒരു പറച്ചിലുകൊണ്ട്. കാരണം അത്രയും അള്ളാഹുവിൻ്റെ മൂസാ നബി അലൈഹി സ്വലാമിലൂടെ ഒരുപാട് മോചിതത്തുകളൊക്കെ വെളിവായി. എല്ലാം അവർ കണ്ടതിന് ശേഷമാണ് വീണ്ടും അവർ പറയണത് അള്ളാഹിനെ നേരിട്ട് കണ്ടാൽ നമ്മൾ വിശ്വസിക്കുക, അല്ല വിശ്വസിക്കൂല. അപ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് അവരെ മുകളിൽ ഇറങ്ങി, അവരുടെ ദുൽമ കൊണ്ട്. സുമ്മത്തഹത്തും ഇജില, പിന്നെ രണ്ടാമതൊരു കാര്യം അവർ ചെയ്തു. എന്താ കാര്യം? പിന്നെ അവർക്കൊക്കെ അവർ ജീവനൊക്കെ വന്നതിന് ശേഷം പിന്നെ അവർ കാര്യം ചെയ്തു. എന്താണ്? സുമ്മത്തഹത്തും ഇജില, ഒരു പശുംകുട്ടീനെ അവർ സ്വീകരിച്ചു ആരാധ്യനായിട്ട്. മിൻ ബഅദി മാ ജാഅത്തുഹുൽ ബയ്യിന, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അവർ വെളിവാക്കപ്പെട്ടതിന് ശേഷവും, കാര്യങ്ങളൊക്കെ വെളിവാക്കിയതിന് ശേഷവും അവർ വീണ്ടും പശുക്കുട്ടീനെ ആരാധിക്കുക ചെയ്ത്. എന്നാൽ ഫാഫോന എന്തായാലും അള്ളാഹു അതും അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ഇതിനെപ്പറ്റി വിശദീകരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് പുറത്തു കൊടുത്തത്. അള്ളാഹു അവരോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വധിക്കാൻ പറയുകയും ഒക്കെ ചെയ്ത സംഭവം. അതേന മൂസ സുൽത്താൻ മുബീന, മൂസാ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമായ അധികാരം നൽകുകയും ചെയ്തു. ഇതിൻ്റെ തഫ്സീറിൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, സഅലുക യാ മുഹമ്മദ്, അവർ ചോദിക്കും മുഹമ്മദ് നബിയെ, മുഹമ്മദ് എന്ന് അവർ പറയും, അഹ്ലുൽ കിതാബ്, ആര്? ഈ ജൂതന്മാർ, അൽ യഹൂദ്, അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ്സമാ, ആകാശത്തുനിന്ന് ഒരു കിതാബ് ഇറക്കി കൊണ്ടുവരാൻ. ഖാലു, അവർ പറയും, ഇന്നഹും ലാ യുഅ്മിനൂന ബിൽ ഖുർആൻ, നമ്മൾ ഖുർആനിൽ വിശ്വസിക്കൂല, ഹത്താ യാതിയ ജുംലത്തൻ, ഒറ്റയടിക്ക് ഇറങ്ങിയാലല്ലാതെ, കമാ അത തൗറാത്ത ജുംലത്തൻ അല മൂസ, മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് ഒറ്റയടിക്ക് ഇറങ്ങിയതുപോലെ മൊത്തത്തിൽ ഖുർആൻ ഇറങ്ങിയാലല്ലാതെ നമ്മൾ വിശ്വസിക്കൂല. വഹാദ ഖാലുഹു തഅന്നുതൻ, അവർ ഈ വാക്ക് പറഞ്ഞത് ഒരു ഭയങ്കര നല്ല ഉദ്ദേശത്തിലൊന്നല്ല. ഹാദ ഖാലൂഹു തഅന്നുതൻ, ഒരു ഭയങ്കരമായ പിടിവാശിൻ്റെ മുകളിലാണ് അവരിത് പറഞ്ഞത്. ഫനിസ്തഖബർത ദാലിക്, നിങ്ങൾക്ക് തോന്നുന്നു ഇത് അവർ ചോദിച്ചത് എന്താണ് അവർ ചോദിക്കുന്നത്, ഇങ്ങനൊക്കെ ഒരാൾ ചോദിക്കാൻ പാടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഫഖദ് സഅലു, അവർ തീർച്ചയായും ചോദിച്ചിട്ടുണ്ട്. അബാവുഹും, അവരുടെ വല്യാപ്പന്മാർ, മൂസ അക്ബർ മിൻ ദാലിക്, മൂസാ നബീനോട് അതിനേക്കാൾ വലുത്. എന്താ? ഔലാദു വ ഇൻ ബലഉ മാ ബലഉ മിൻ ഇനാദി വ തഅന്നുത്, അതായത് ഇപ്പോഴുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുള്ള ജൂതന്മാരുണ്ടല്ലോ, മക്കളായ ജൂതന്മാർ, അവരെ വാപ്പന്മാരുടെ മക്കളായ ജൂതന്മാർ, അവരിനി എത്ര പിടിവാശിയുള്ളവരാണെങ്കിലും ധിക്കാരികളായ ആളുകളാണെങ്കിലും, ഫഅബാഹും അശദ്ദു മിൻഹും തഅന്നുതൻ വ ഇനാദൻ, എന്നാൽ അവരുടെ വല്യാപ്പന്മാരുണ്ടല്ലോ, അവർ ഇതിനേക്കാളൊക്കെ എത്രയോ തീവ്രമായ പിടിവാശിയുള്ളവരും അതുപോലെ തന്നെ ശാഠ്യം പിടിക്കുന്നവരൊക്കെ ആയിരുന്നു. ഫഖദ് സഅലു മൂസ ഹാദ സുആൽ, അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞെന്താ? ഖാലു അരിനല്ലാഹു ജഹറത്തൻ, അള്ളാഹു തആലനെ നമുക്ക് നേരിട്ട് കാണണം, കണ്ണുകൊണ്ട് തന്നെ കാണണം നേരിട്ട്.
മനുഷ്യന്മാരെ കാണുന്ന പോലെ കാണണം. വാഹദത്തും സായിക്ക, അപ്പോൾ അവരെ ഇടിമിന്നൽ പിടികൂടി, അൽ മൗത്ത്, അവരെ മരണം പിടികൂടി. ഇഖാബൻ ലഹും, അവർക്കുള്ള ശിക്ഷയായി, ബിദുൽമിഹിം, അവരുടെ അതിക്രമത്തിന്, ഹൈസ്യുത്ത അന്നുത്താൻ ഫി സുആൽ, അവരുടെ ചോദ്യങ്ങളിൽ അവർ പിടിവാശി കാണിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. തലബു റൊയ്യത്തല്ലാഹു തആല തബാറക തആല അയ്യാനൻ, അവർ അല്ലാഹു സുബ്ഹാനഹു തആലനെ കാണാൻ ആഗ്രഹിച്ചത് തഅന്നുതൻ ലാ ഷൗഖൻ, അവർ അള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ചത് തഅന്നുതൻ, ഒരു പിടിവാശിൻ്റെ മുകളിലാണ്, ലാ ഷൗഖൻ, അള്ളാഹിനോടുള്ള ഭയങ്കരമായ സ്നേഹത്തിൻ്റെയോ കൊതിയുടെയോ പേരിലല്ല. അപ്പോൾ അള്ളാഹിനിങ്ങനെ കാണാനിപ്പോൾ ഒരാൾക്ക് ആഗ്രഹം തോന്നുകയാണ്, നമ്മളിഷ്ടപ്പെട്ട ഒരാളെ കാണാൻ ആഗ്രഹം തോന്നുന്നത് കുഴപ്പമില്ലല്ലോ. അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിട്ട് ചോദിച്ചതല്ല, അവരൊരു പിടിവാശിൻ്റെ മുകളിൽ വിശ്വസിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ചോദിച്ചതാണ്. ഒരു കാരണം പറയണ്ടേ അതിന് വേണ്ടിയിട്ട്. അവർക്ക് അള്ളാഹിനോട് ഭയങ്കരമായ കൊതിയൊന്നും ഉണ്ടായിരുന്നില്ല. ലൗകാന മഹബ്ബത്തും വഷൗഖൻ, അവർക്കെങ്ങാനും അള്ളാഹുവിനോട് ഭയങ്കരമായ മഹബ്ബത്തും തീവ്രമായ കൊതിയും അള്ളാഹിനെ കാണാനുള്ള കൊതിയും ഉണ്ടായിരുന്നെങ്കിൽ ലമാ ഹലക്കു, അവരൊരിക്കലും നശിപ്പിക്കപ്പെടുമായിരുന്നില്ല. വലാകിൻ ഇസ്തക്ബാറൻ വതഅന്നുതൻ വതജബ്ബുറൻ, പക്ഷേ അവർ കിബർ കാണിക്കുകയും അതുപോലെ ധിക്കാരം കാണിക്കുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. വലം യഅ്തബിറു ബിമാ വഖാലി നബീഹിം, അതുപോലെ തന്നെ അവരുടെ നബിക്ക്, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് സംഭവിച്ചതിൽ അവർ പാഠം ഉൾക്കൊള്ളുകയും ചെയ്തില്ല. എന്താണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് സംഭവിച്ചത്? മൂസാ നബി അള്ളാഹുവിനോട് പറഞ്ഞു, അരിനി അന്തുറയിലേക്ക് ഖാലൻ തറാനി, അരിനി അന്തുറയിലേക്ക്, അള്ളാഹു നീ എനിക്കൊന്ന് കാണിച്ചുകൊണ്ട് എന്നെ, അന്തുറയിലേക്ക്, എന്നാൽ എനിക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാളോട് നമ്മൾ പറയുന്നത് അന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്തിനാ എനിക്കൊന്ന് നോക്കാൻ, വെറുതെ നോക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബിയോട് പറഞ്ഞു, കാല ലൻ തറാനി, എന്നെ നിനക്ക് കാണാൻ കഴിയില്ല. കാന മൂസ യുജാബു ഹാദൽ ജവാബ്, മൂസാ നബി അലൈഹി ഇസ്ലാമിനാണ് അള്ളാഹു ഈ മറുപടി കൊടുത്തത്. മാ ജലാലി ഖദ്രിഹി, മൂസാ നബി അലൈഹി ഇസ്ലാം അത്ര വലിയ ആളായിട്ടും അള്ളാഹു പറഞ്ഞു നിനക്ക് കാണാൻ പറ്റില്ല എന്ന്. മൂസ നീ ആയിരിക്കുന്ന സമയത്ത് നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് എന്നെ കാണാൻ കഴിയില്ല. അത് മൂസാ നബിനോട് പറഞ്ഞു. മൂസാ നബി അത്രയും വലിയ ആളായിട്ട് മൂസാ നബിനോട് പറഞ്ഞു. ഫമിൻ ബാബില്ല ഔലാഹും, എന്നാൽ മൂസാ നബിക്ക് അത് അങ്ങനെ കാണാൻ അള്ളാഹു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ അള്ളാഹു കൊടുക്കും, മൂസാ നബിൻ്റെ കൗമിന്. അപ്പോൾ ഒരു പാഠം ഉൾക്കൊള്ളണ്ടായില്ല. മൂസാ നബി അങ്ങനെ ചോദിച്ചു, നടന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കും പറ്റൂല എന്നുള്ള ഉറപ്പല്ലേ. ഒമാദാലിക്ക സഅലോ ഇന്ധന ഇനാദൻ, എന്നിട്ടും ധിക്കാരപൂർവ്വം അവർ ചോദിച്ചു, അരിനല്ലാഹു ജഹ്റത്ത്, നമുക്ക് നേരിട്ട് പ്രത്യക്ഷത്തിൽ അള്ളാഹിനെ കാണണം. തലബൂഷൈ അൻ ലൈസലഹും, അവർക്കില്ലാത്ത ഒന്നിനെയാണ് അവർ തേടിയത്, അവർക്ക് അവകാശപ്പെടാത്ത ഒന്നിനെയാണ് തേടിയത്. തലബൂ റഅയത്തല്ലാഹി അയ്യാനൻ ഫിദ്ദുനിയ ബിഅബ്സാരിഹിം, അവരുടെ കണ്ണുകൊണ്ട് ദുനിയാവിൽ വെച്ച് അള്ളാഹിനെ കാണണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. വഹാദ മൗനു വജൂഹ്, ഇത് ഒരുപാട് തരത്തിൽ അസാധ്യമായ കാര്യമാണ് കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ ദാത്തിനെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അള്ളാഹിനെ കാണണം, കണ്ണുകൊണ്ട് കാണണം എന്നാരും പ്രതീക്ഷിക്കരുത്, അത് അസാധ്യമായ കാര്യമാണ്. പിന്നെ അള്ളാഹിനെ കണ്ടു എന്നൊക്കെ മഹാന്മാർ പറയുന്നൊരു കാഴ്ചയുണ്ട്, അതെന്ത് കാഴ്ചയാണ്? അത് വേറെ കാഴ്ചയാണ്, അതും ഇതിൽ പറയുന്നുണ്ട്. ദുനിയാവിൽ വെച്ച് അള്ളാഹിനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്തുകൊണ്ടാണ്? എന്ന ദുനിയ ദാറു ആദാഇ, കാരണം ദുനിയാവ് അള്ളാഹിൻ്റെ ശത്രുക്കളുടെ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ലോകമാണ്. വലാ തസ്തഹിഖു അൻ തകൂനു മഹല്ല ദുഹൂരിഹി ലിഅഹിബ്ബാഇ, അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ ശത്രുക്കളുടെ ലോകത്ത്, അള്ളാഹിന് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ വെളിവാവാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത് മോശപ്പെട്ട സ്ഥലമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ വരികയാണ്, അപ്പോൾ നമ്മൾ പറയാണ് ഞാൻ ബാത്റൂമിലാണുള്ളത് എന്ന് പറയാണ്. അപ്പോൾ ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാണാം എന്ന് പറയൂലേ, കാരണം അവിടേക്ക് വന്ന് കാണുന്ന അതൊരു നല്ല സ്ഥലമല്ലല്ലോ. അതേപോലെ സാനിയൻ, രണ്ടാമത്തെ കാരണം
അന്ന ദുനിയ യഖൂമൂന ഫിഹാ ലിൽ അസ്ബാബ്. ദുനിയാവ് എന്ന് പറയുന്നത് കുറേ അസ്ബാബുകൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്, കുറേ കാര്യകാരണങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് ദുനിയാവ്. ദുനിയാവിൽ ഒരുപാട് കാര്യകാരണങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പടങ്ങും, വെള്ളം കുടിച്ചാൽ ദാഹമടങ്ങും, ഉറക്കം, ഉണർവ്, രാവ്, പകൽ, ജോലി, വരുമാനം, ഭാര്യ, കുട്ടികൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യകാരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വയഈശൂന ഫീഹാ ബിൽ ഖിയാമി ബിമആശിഹിം. ഇവിടെ ആളുകൾ ജോലിയെടുത്ത് പല ഈ അസ്ബാബുകളുമായി, കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ജീവിതം കഴിച്ചു കൊണ്ടുപോകുന്നത്. വലോ ദഹറ ലഹും ലതറഖു ദുനിയ ജമിഅൻ. അള്ളാഹു എങ്ങാനും അവരുടെ മുമ്പിൽ വെളിവായാൽ, ബാഹ്യമായ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ മുമ്പിൽ വെളിവായാൽ അവർ ഈ പരിപാടി മുഴുവൻ നിർത്തും. വഹാദ യുജിബു തഅത്തുൽ അമാൽ. അത് അവരുടെ എല്ലാ പ്രവർത്തനം നിർത്താൻ കാരണമാവും. വൻകിളാ ദുനിയാവ് മുഴുവൻ അതുകൊണ്ട് ഇല്ലാണ്ടായി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ബാഹ്യമായ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ശൈഖ് അവറുകൾ പറഞ്ഞതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആരെങ്കിലും അള്ളാഹിൻ്റെ ദാത്തിനെ കണ്ടാൽ പിന്നെ അവന് ഇവിടെ ഇല്ല, അവനുമില്ല, ദുനിയാവുമില്ല, സബബുകളുമില്ല, ഒന്നുമില്ല. പിന്നെ എന്താണ് പിന്നെ കാണാന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. അള്ളാഹിൻ്റെ ദാത്തിനെ കാണാന്ന് പറഞ്ഞ സംഭവം വന്നാൽ അവിടെ രണ്ടില്ല, അവിടെ അവൻ ഏകം മാത്രമാണ്, ഒറ്റ ആയവന് മാത്രമാണ്, അവൻ്റെ കൂടെ രണ്ടാമതൊന്നുമില്ല. അപ്പോൾ അവന് ദുനിയാവിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ അവനവിടെ കാഴ്ച നഷ്ടപ്പെടും, അവനെ തന്നെ നഷ്ടപ്പെടും, അവൻ്റെ അനുഭവത്തെയും നഷ്ടപ്പെടും. ആ കാരണം കൊണ്ടാണ്. വൈദൻ ഈ അക്ബറുൽ കറാമ. അതേസമയം ഈ ഒരു കാഴ്ച ഏറ്റവും വലിയ കറാമത്താണ്, ഏറ്റവും വലിയ അത്ഭുതമാണ്. ഫലാ തകൂനി ഇല്ലാ ഫി അക്ബർ ദാരി. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ വീട്ടിലല്ലാതെ അത് നടക്കൂല. വഹിയൽ ആഖിറ, അത് ആഖിറത്തിലാണ്. അപ്പോൾ ആഖിറത്തിലെ കാഴ്ചയും എന്താണ് ആ കാഴ്ച? ആഖിറത്തിലെ കാഴ്ചയും ആ കാഴ്ച അള്ളാഹുവിൻ്റെ ദാത്തിനെ കാണാൻ ഉദ്ദേശിക്കുന്ന അള്ളാഹിൻ്റെ ദാത്തിൻ്റെ വെളിവാകലിൻ്റെ പരിപൂർണത കാണാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ വെളിവാകലിൻ്റെ പരിപൂർണത കാണാം. അള്ളാഹിൻ്റെ ദാത്തിൻ്റെ വെളിവാകലിൻ്റെ പരിപൂർണത ദുനിയാവ് കിട്ടൂല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെ കാരണം അത് കാണാൻ സാധിക്കും എപ്പോൾ? കാരണം ആഖിറം അത്രയും സമുന്നതമായ ബഹുമാനിക്കപ്പെട്ടൊരു വീടാണ്. ആ വീട്ടിൽ അത് സാധിക്കും. ഈ വീട് അങ്ങനെയല്ല, ഇവിടെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല. വൽ മുസ്തഹീൽ ഹുവ റؤയത്തുല്ലാഹി യൗമൽ ബിൽ ബസർ. അള്ളാഹുവിനെ കാണാമെന്ന് പറഞ്ഞാൽ സാധ്യമാവുന്നത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്. വമ്മ റؤയത്തുല്ലദി ഹിയ മാരിഫത്തുല്ലാഹ്. എന്നാൽ അള്ളാഹിൻ്റെ മാരിഫത്തിൻ്റെ ഒരു കാഴ്ചയുണ്ട്, അത് പറ്റും. കണ്ണുകൊണ്ട് കാണാമെന്നുള്ളതാണ് അസാധ്യമാവുന്നത്. എന്നാൽ മാരിഫത്തിനൊരു കാഴ്ചയുണ്ട്. മാരിഫത്തിൻ്റെ കാഴ്ച എന്താ? അള്ളാഹുവിൻ്റെ തജല്ലിനെ അനുഭവപ്പെടലാണ്, അതിലൂടെ അള്ളാഹിനെ കാണലാണ്. അത് കാഴ്ച കിട്ടും. മാരിഫത്തുല്ലാഹ് അവ്വലൻ ബിൽ ഈമാൻ. അള്ളാഹിൻ്റെ മാരിഫത്ത് ഒന്നാമതായി ഈമാൻ കൊണ്ടാണ് അള്ളാഹിൻ്റെ മാരിഫത്ത്. സാനിയം ബില്ലിത്ത് ഈ ഖാൻ, രണ്ടാമത് നമ്മൾ അനുഭവത്തിലൂടെ ഉറപ്പിക്കുന്നതുമാണ്. മാരിഫത്ത് തുടങ്ങുന്ന ഈമാനിൽ നിന്നും, രണ്ടാമത്തേത് അനുഭവത്തിലൂടെയുള്ള ഉറപ്പിൽ നിന്നും. വസാലിസം ഫിൽ ഇയാനി ബഅദ മൗത്ത് ശഖസ്. മൂന്നാമത്തേത് നമ്മളെ സാക്ഷ്യം വഹിക്കുന്നതിലൂടെയാണ്. അത് നമ്മളിവിടെ അനുഭവിക്കുന്ന മാരിഫത്തിന് യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിക്കുന്നതിലൂടെയാണ്. അത് മരണത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. ഇവിടെ നമുക്ക് മാനവിയായി മനസ്സിലാവുന്നത് അവിടെ നമുക്ക് ശരിക്കും അനുഭവത്തിലൂടെ മനസ്സിലാവും. ഇവിടെ അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവുന്നത് അവിടെ പരസ്യമാവും. അങ്ങനെ ഈ ലോകം ഉൾട്ടയാക്കപ്പെടും. ബാഹ്യം ആന്തരികമാവും, ആന്തരികം ബാഹ്യമാവും പരലോകത്ത്. അപ്പം ഇവിടെ നമുക്ക് അള്ളാഹിനെ കാണാൻ പറ്റും. എന്ത് കാഴ്ചയാണ് അത് മാരിഫത്തിൻ്റെ കാഴ്ചയാണ്. അള്ളാഹിൻ്റെ മാരിഫത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അള്ളാഹിനെ കാണാൻ പറ്റൂല എന്ന് പറയുന്നത് അള്ളാഹിനെ കണ്ണുകൊണ്ട് ഇങ്ങനെ മനുഷ്യന്മാരെ കാണുന്ന പോലെ കാണാൻ പറ്റില്ല എന്നാണ്. കാണാൻ പറ്റും എന്ന് പറയുന്നതോ അള്ളാഹിൻ്റെ മാരിഫത്തിൻ്റെ കാഴ്ച കാണാൻ പറ്റുന്നതാണ്. ഖമാ ഖൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസങ്ങൾ പറഞ്ഞതുപോലെ മൂത്തു ഖബ്ലാൻ മൂത്തു, മരണപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ മരിക്കണം. അതെന്താ? അള്ളാഹിൻ്റെ ഫനായിലുള്ള മരണമാണ്. അള്ളാഹിൻ്റെ ഫനായിലുള്ള മരണത്തിന് ശേഷം മാത്രമാണ് അള്ളാഹിൻ്റെ മാരിഫത്ത് ഉണ്ടാവുക. ആ മാരിഫത്തിലൂടെ നമുക്ക് അള്ളാഹിനെ കാണാൻ കഴിയും. അത് മാരിഫത്തിൻ്റെ കാഴ്ചയാണ്. ഒമൻ അറാദ യൻദുറു ഇലാ മയ്യിത്തിൻ. ആരെങ്കിലും ഒരു മരിച്ച ഒരാളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ യംഷി അലാ വജ്ഹിൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഒരു മരിച്ച ആളെ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഫൽയൻദുറു ഇലാ സിദ്ദീഖുൽ അക്ബർ. അവർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളെ
നോക്കിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ത് മരണമാണ്? അത് നമ്മളുടെ നഫ്സിൽ നിന്നുള്ള മരണമാണ്. ആ മരണത്തിലൂടെ അള്ളാഹിൻ്റെ മാരിഫത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിലൂടെ മാരിഫത്തിലൂടെയുള്ള അള്ളാഹിൻ്റെ കാഴ്ച സാധ്യമാവും. വഹാദിഹി ലാ ബുദ്ദലഹ ഫിൽ വിലാദത്തി മറത്തൈൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ജനനം 2 രൂപത്തിലുള്ള ജനനം ഉണ്ടാവും. വൽ മൗത്ത് മറത്തൈൻ, 2 രൂപത്തിലുള്ള മരണവും ഉണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? മരിക്കുന്നതിന് മുമ്പ് മരിക്കണം എന്ന് പറഞ്ഞാൽ, മരിക്കുന്നതിന് മുമ്പ് മരിച്ചാലേ മരണത്തിന് ശേഷമുള്ള ജനനം നമുക്ക് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ മരണത്തിന് ശേഷം പിന്നെയും നമ്മൾ ജനിച്ചിട്ടുണ്ടാവില്ല, പിന്നെയും മരിക്കേണ്ടി വരും. അതായത് പരലോകത്ത് അള്ളാഹുവിന് ഒരു പ്രത്യേകമായൊരു കാഴ്ചയുണ്ട്. ഇവിടെ മാനവീയമായി ആത്മീയമായി നമ്മൾ അനുഭവിച്ചത് അവിടെ രൂപം കൊണ്ട് നമ്മൾ അനുഭവിക്കും. ഇവിടെ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ സ്വർഗീയമായ അനുഭൂതി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊരു ആത്മീയമായ അനുഭൂതിയാണ്. അതേസമയം ആത്മീയമായ അനുഭൂതിനെ നാളെ ബാഹ്യമായി തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് പരലോകത്തിൻ്റെ വിശേഷമാണ്. അപ്പോൾ ഈ പരലോകത്ത് അള്ളാഹുവിൻ്റെ കാഴ്ചയും അതുപോലെ നമുക്ക് ഈ ദുനിയാവിലില്ലാത്ത പ്രത്യേകപരമായ ഒരു തജല്ലി നമുക്ക് പരലോകത്ത് അനുഭവപ്പെടും. പക്ഷെ ആ അനുഭവത്തിൽ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ദുനിയാവിൽ തന്നെ ഈ അനുഭവം നമുക്ക് അനുഭവിക്കണം. അതാണ് മൂത്തു കബിലാൻ തമൂത്തു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ മരിച്ചാൽ നാളെ പരലോകത്തും നമുക്ക് ആ കാഴ്ച കിട്ടും. അങ്ങനെ മരിക്കാത്തവർക്ക് നാളെ പരലോകത്തും ആ കാഴ്ച കിട്ടൂല. അപ്പോൾ നമുക്കുണ്ടാവില്ല ചില ആളുകൾക്കൊക്കെ അള്ളാഹുവിൽ ഫതഹ് ഉണ്ടായി തിജാനികളെ സംബന്ധിച്ചോളം സന്തോഷിക്കുക. അവരെ മരിക്കുമ്പോൾ മുമ്പ് എന്തായാലും മരിക്കും. കാരണം അവർക്കത് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ വലിയായിട്ട് മരിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവരത് അനുഭവിക്കും. അതുകൊണ്ട് തന്നെ പരലോകത്ത് അവർക്ക് ആ കാഴ്ച ഉണ്ടാവും. എന്നാൽ മറ്റ് ത്വരീഖത്തിലുള്ള മുരീദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഫതഹ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർ സങ്കടപ്പെടേണ്ടിയുണ്ടല്ലോ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരിച്ചിട്ടില്ലല്ലോ, ഞാൻ മുറബിയായ ശേഖനെ കൈ പിടിച്ചിട്ട് മരിച്ചിട്ടില്ലല്ലോ. സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം അവർ കൈ പിടിച്ചത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ നല്ല നിയ്യത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് ഖബറിൽ വെച്ചിട്ട് ആ ഫതഹിനെ അള്ളാഹു നൽകും. അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പായി അള്ളാഹു അവർ നൽകും. എന്നിട്ട് അള്ളാഹു അവിടെ അള്ളാഹിൻ്റെ കാഴ്ച നൽകുകയും ചെയ്യും. അതിന് ചിലപ്പോൾ കുറേ ടൈം എടുക്കും അവർക്ക് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതൊന്നും എത്താത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുറബിയായ ശേഖനെ പിടിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, നിയ്യത്ത് കൊണ്ട് പോലും അതില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിൻ്റെ കാഴ്ച ദുനിയാവിലുണ്ടാവില്ല, ആഖിറത്തിലുണ്ടാവില്ല, ഈ മാരിഫത്തിൻ്റെ കാഴ്ച. അതുകൊണ്ടാണ് 2 രൂപത്തിലുള്ള മരണം ഉണ്ടെന്ന് പറയുന്നതും. വൽ മൗത്ത് മറത്തൈൻ വിലാദത്ത് മറത്തൈൻ, 2 രൂപത്തിൽ ജനിക്കുകയുമാണ്, 2 രൂപത്തിൽ മരിക്കുകയുമാണ്. നമ്മൾ ജനിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ജനനം, അത് ഒന്നുകൂടി നമ്മൾ ജനിക്കേണ്ടതുണ്ട്. ഫന ആയിട്ട് വീണ്ടും നമ്മൾ ജനിക്കണം. അതുപോലെ മരണമുണ്ട്. നമ്മളെ ബാഹ്യമായ മരണവും ആന്തരികമായ നഫ്സിൻ്റെ മരണവും, ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിനെ ഈ രൂപത്തിൽ മനസ്സിലാക്കുന്നത്. റുയത്തുല്ലാഹി ബഅദൽ മൗത്ത് ഗൈറ മംനൂഅത്തിൻ ഫി അഹിബ്ബാഇ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷമുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തജല്ലിയുടെ കാഴ്ച എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമല്ല. ജഅലനല്ലാഹു വഇയ്യാകും മിൻഹു. അള്ളാഹു തആല എനിക്കും നിങ്ങൾക്കൊക്കെ നമ്മളൊക്കെ ആ ഒരു കാഴ്ചയിൽ ഉൾപ്പെടുത്തട്ടെ. ആ ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അഹദത്ഹുമു സ്വാഇക, അള്ളാഹു അവരെ ഇടിമിന്നൽ അവരെ പിടികൂടി. അൽ മൗത്ത് ഇഖാബൻ ലഹും, അവർക്കൊരു ശിക്ഷയായിട്ട് മരണം അവരെ പിടികൂടി. ബിദുൽമിഹിം, അവരുടെ അക്രമം കൊണ്ട്. ഹൈസു തഅന്നതു ഫി സുആൽ, അവരുടെ ചോദ്യത്തിൽ അവർ പിടിവാശി കാണിച്ചതുകൊണ്ട്. സുമ്മ തഖദുൽ ഇജ്ല, അവർ ഒരു പശുംകുട്ടീനെ കൊണ്ടു നടന്നു, ഒരു ഇലാഹായിട്ട്. ഒമൻ ബഅദ മാ ജാഅതുഹുൽ ബയ്യിന, അവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ വെളിവാക്കപ്പെട്ടതിന് ശേഷവും. അൽ മോജിസാത്തു അലാ വഹദാനിയത്തില്ല, അള്ളാഹിൻ്റെ വഹദാനിയത്തിനെ തെളിയിക്കുന്ന ഒരുപാട് മോജിസാത്തുകൾ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷവും. ഫാഫോന ദാലിക്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു.
വലം നസ്തഅസിലുഹും അവരെ അള്ളാഹു വേരോട് പെയ്ത് എറിഞ്ഞില്ല. അഹ്ലക്നാഹും അവരെ പൂർണ്ണമായി അള്ളാഹു നശിപ്പിച്ചില്ല. അവർക്ക് അള്ളാഹു കൊടുത്തു. ആതീന മൂസ സുൽത്താൻ മുബീന, മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു വ്യക്തമായ അധികാരം നൽകുകയും ചെയ്തു. തസല്ലുത്തൻ ബൈന ലാഹിറൻ ബാത്തിൻ ലാഹിറൻ അലൈഹിം, അവരെ മുകളിൽ മൂസാ നബി അലൈഹി സ്വലാമിന് വലിയ അധികാരം നൽകി. ഹൈഫ മറഹും ബിൽ ഖത്ലി അൻഫുസിഹിം തൗബ, അവർക്ക് തൗബയായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം അവരോട് പരസ്പരം കൊല്ലാൻ പറഞ്ഞപ്പോൾ അവരെ അതനുസരിച്ച് പരസ്പരം കൊന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് അതിലൂടെ അള്ളാഹു വലിയ അധികാരം നൽകി എന്ന് പറയാം. ബഹുമാനപ്പെട്ട ഇമാം റാജി റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അറിയുക, ഇത് ജൂതന്മാരുടെ അറിവുകേടുകൾപ്പെട്ട രണ്ടാമത്തെ ഇനമാകുന്നു. കാരണം അവർ പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണെങ്കിൽ മൂസാ നബിക്ക് ഫലകങ്ങളുമായി വന്നതുപോലെ ആകാശത്തു നിന്ന് ഒരു ഗ്രന്ഥം ഒറ്റത്തവണയായി ഞങ്ങൾക്ക് താങ്കൾ കൊണ്ടുവരിക. ഇപ്രകാരം പറയപ്പെട്ടിട്ടുണ്ട്, ആകാശത്ത് നിന്ന് ഇന്നയാൾക്കൊരു ഗ്രന്ഥം, ഇന്നയാൾക്ക് മറ്റൊരു ഗ്രന്ഥം എന്നിങ്ങനെ ഞങ്ങൾക്ക് അവതരിപ്പിച്ച് കിട്ടണമെന്നും താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അതിൽ രേഖപ്പെടുത്തി ഇരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വെറും കിതാബ് കിട്ടണമെന്ന് മാത്രമല്ല അവർ ആഗ്രഹിച്ചത്, ഓരോരുത്തർക്കും വേറെ വേറെ കിതാബ് കിട്ടണം. വിശ്വാസങ്ങളോട് പറയും, നിങ്ങൾ അള്ളാഹിൻ്റെ എടുക്കുന്ന കിതാബ് കിട്ടണം, നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കിതാബ്. ആ കിതാബുകളിലൊക്കെ എഴുതപ്പെടുകയും ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂലാണ് നിങ്ങളെന്ന്, അതുപോലെ കിട്ടണം. ഗ്രന്ഥം അവതരിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾക്കത് നേരിൽ കാണണം എന്ന് അവർ പറയുകയും ചെയ്തു. അവർ ഇതാവശ്യപ്പെട്ടത് കേവലം പിടിവാശിയുടെ പേരിൽ മാത്രമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്തുകൾ മുമ്പ് തന്നെ വെളിവാക്കപ്പെടുകയും സംഭവിച്ചു കഴിഞ്ഞതുമാണ്. അതിനാൽ വീണ്ടും കൂടുതൽ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുന്നത് കടുത്ത പിടിവാശി കാരണമായിരുന്നു. അപ്പോൾ ഇത് മുമ്പ് അവർക്ക് ഇതൊക്കെ വെളിവാക്കപ്പെട്ടതാണ്. പിന്നീട് അവർ ചോദിച്ചത് അവരുടെ പിടിവാശി കൊണ്ടാണ്, വേറൊന്നുമല്ല. പിന്നീട് അല്ലാഹു തആല പറയുന്നു, ഇതിനേക്കാൾ വലിയ കാര്യം അവർ മൂസാ നബിയോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം അവരിലേക്ക് തന്നെ ചേർത്ത് പറയാനൊരു കാരണമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് അവരുടെ പൂർവ്വപിതാക്കളിൽ നിന്നാണ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായതെങ്കിലും അവരാകട്ടെ തിരഞ്ഞെടുക്കപ്പെട്ട 70 നേതാക്കളുമായിരുന്നു. ആ ചോദ്യം ചോദിച്ച ആൾക്കാർ അവരെ കൂട്ടത്തിലുള്ള 70 നേതാക്കന്മാർ സാധാരണക്കാരായില്ല. അവരാണ് മൂസാ നബിയോട് ചോദിച്ചത്, നമുക്ക് അള്ളാഹനെ നേരിട്ട് കാണുന്നു. ഇവർ, അതായത് ഈ പിൻഗാമികൾ, അവരുടെ അതേ പാതയിലുള്ളവരും അവരുടെ ആ ചോദ്യത്തിൽ സംതൃപ്തി അടഞ്ഞവരും പിടിവാശിയിൽ അവരോട് സാമ്യതയുള്ളവരുമായിരുന്നു. ഈ ആയത്ത് കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം അവരുടെ പ്രകൃതത്തിൽ തന്നെയുള്ള കടുത്ത പിടിവാശി വ്യക്തമാക്കുക എന്നതാണ് എന്ന് നിങ്ങൾ അറിയുക. ഇപ്രകാരം പറയപ്പെട്ടതുപോലെയാണത്. മൂസാ നബി അലൈഹി സ്വലാമിന് ആകാശത്തു നിന്നൊരു ഗ്രന്ഥം അവതരിപ്പിച്ചപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രം അവർ തൃപ്തിപ്പെട്ടില്ല, മറിച്ച് അള്ളാഹുവിനെ നേരിൽ ദർശിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അത് അറിയിക്കുന്നത് ഇത് അറിയിക്കുന്നത് ആകാശത്ത് നിന്ന് ഞങ്ങൾക്കൊരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെടുന്നത് ഇക്കൂട്ടർ ആവശ്യപ്പെടുന്നത് സന്മാർഗം തേടിക്കൊണ്ടല്ല, മറിച്ച് തികഞ്ഞ ധിക്കാരം കാരണമാണ്. ഇപ്പോൾ മൂസാ നബി ഈ ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആകാശത്ത് നിന്ന് ഗ്രന്ഥം കൊണ്ടുവരണം എന്ന് പറയുന്നത് പിന്നെ നല്ല ഉദ്ദേശത്തിലല്ല. കാരണം മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ കൊണ്ടുവന്നിട്ട് അവർ തൃപ്തിപ്പെട്ടിട്ടില്ല. അവരെപ്പോൾ എന്താ പറഞ്ഞത്, ഈ ഗ്രന്ഥം കിട്ടിയിട്ടും കാര്യമില്ല, അള്ളാഹനെ നേരിട്ട് കാണണം. പിന്നീട് വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നു കിട്ടിയതിന് ശേഷം അവർ പശുക്കുട്ടിയെ ആരാധ്യനായി സ്വീകരിച്ചു. ഈ വചനത്തിൻ്റെ അർത്ഥം അവരുടെ അറിവുകേടുകളുടെ പൂർണ്ണതയും സത്യനിഷേധത്തിലുള്ള അവരുടെ കടുത്ത ശാഠ്യവും വ്യക്തമാക്കുക എന്നതാണ്. കാരണം അവർക്ക് തൗറാത്ത് അവതരിപ്പിച്ചതിന് ശേഷം അള്ളാഹുവിനെ പരസ്യമായി കാണണമെന്ന ആവശ്യം കൊണ്ട് മാത്രം അവർ തൃപ്തിപ്പെട്ടില്ല. അള്ളാഹനെ കണ്ടാൽ അവർ കാണണമെന്ന് പറഞ്ഞതിൽ മാത്രം തൃപ്തിപ്പെട്ടോ? ഇല്ല, അതിന് പുറമെ വേറെയും കാര്യങ്ങൾ അവർ ചെയ്തു. എന്താണത്? അതോടൊപ്പം പശുക്കുട്ടി ആരാധിക്കുന്നതും അവർ കൂട്ടിച്ചേർത്തു. സത്യവും മതവും അന്വേഷിക്കുന്നതിൽ നിന്ന് അവർ എത്രത്തോളം അകലെയാണെന്ന് എന്നതിനുള്ള തെളിവാണിത്. അള്ളാഹനെ കാണണമെന്ന് ചോദിച്ചത് മാത്രമല്ല, അതിന് പുറമെ അവർ പശുക്കുട്ടിനെ ആരാധിക്കുകയും ചെയ്തു. വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നു കിട്ടിയതിന് ശേഷം എന്ന വചനത്തിലെ തെളിവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ. ഒന്നാമത്തത്, അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്ത ഇടുത്തിയെ, അതായത് ശിക്ഷയെ
അവൻ വ്യക്തമായ തെളിവാക്കി എന്നതാണ്. കാരണം ആ ഇടുത്തി എന്നത് ഒറ്റ ഒരു കാര്യമായിട്ട് ആയിരുന്നിട്ട് കൂടി ഉന്നതനായ അള്ളാഹുവിൻ്റെ കഴിവും അവൻ്റെ അറിവിനും അവൻ്റെ അനാദിയായ അസ്തിത്വത്തിനും അത് തെളിവ് നൽകുന്നതായിരുന്നു. അതുപോലെ തന്നെ അവൻ ഭൗതിക ശരീരങ്ങളോടും അതിൻ്റെ സവിശേഷതകളോടും തികച്ചും വ്യത്യസ്തനാണെന്നതും നുബുവത്ത് വാദത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സത്യസന്ധതക്കും അത് തെളിവായിരുന്നു. ഇവിടെ അത് തെളിവ് കാണിച്ചു കൊടുത്തു പറഞ്ഞാൽ അള്ളാഹു അവരെ മുകളിൽ ഇടുത്തി കൊണ്ട് അവരെ നശിപ്പിച്ചില്ലേ, അതാണ് ആ തെളിവ് എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തത് തെളിവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടുത്തി ഇറക്കിയതും അവർക്ക് മരണം നൽകിയതിനു ശേഷം അവരെ ജീവിപ്പിച്ചതുമാണ്. അവർ മരിച്ചതിന് ശേഷം പിന്നെ അവരെ ജീവിപ്പിച്ചു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത്തത് ഫിർഔൻ്റെ കാലത്ത് മൂസാ നബി അലൈഹി സ്വലാം വെളിപ്പെടുത്തിയ മോചിതത്തുകൾ അവർ നേരിൽ കണ്ടതിന് ശേഷമാണ് അവർ പശുക്കുട്ടിയെ ആരാധിച്ചത് എന്നതാണ്. അപ്പോൾ മുമ്പ് ഫിർഔൻ്റെ കാലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ അവർ കണ്ടതാണ്. അതിന് ശേഷമാണ് പിന്നെ അവർ പശുക്കുട്ടിനെ ആരാധിച്ചത്. വടി, പ്രകാശിക്കുന്ന കൈ, സമുദ്രം പിളർന്നത് തുടങ്ങി അനിഷേധ്യമായ അത്ഭുതങ്ങളാണവ. ഈ സംസാരം കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം ഇതാണ്: ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആകാശത്ത് നിന്ന് അവർക്കൊരു ഗന്ധം അവതരിപ്പിച്ചു കൊടുക്കാനാണ് ഇക്കൂട്ടർ അങ്ങയോട് ആവശ്യപ്പെടുന്നത്. അതിനാൽ ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, കടുത്ത ധിക്കാരവും വാശിയും കൊണ്ടല്ലാതെ അവർ അങ്ങയോട് അത് ആവശ്യപ്പെടുന്നില്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം. വെറുതെ ചോദിക്കുന്നതല്ല, ധിക്കാരവും വാശിയും കൊണ്ട് ചോദിക്കണതാണ്. കാരണം അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിന് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു നൽകുകയും അനിഷേധ്യമായ മറ്റു അത്ഭുത ദൃഷ്ടാന്തങ്ങൾ നൽകുകയും ചെയ്തു. എന്നിട്ട് പോലും ധിക്കാരപൂർവ്വം അവർ അള്ളാഹുവിന് നേരെ കാണണമെന്ന് ആവശ്യപ്പെടുകയും പശുക്കുട്ടി ആരാധിക്കുന്നതിലേക്ക് തിരിയുകയുമാണ് ഉണ്ടായത്. ഇവയെല്ലാം അറിയിക്കുന്നത് അവരുടെ പ്രകൃതം തന്നെ കടുത്ത വാശിയിലും ധിക്കാരത്തിലും സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അകൽച്ചയിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നിട്ടും നാം അതിന് മാപ്പ് നൽകി. അതായത് പശുക്കുട്ടിയെ ആരാധിച്ചവരെ നാം വേരോടെ നശിപ്പിച്ചില്ല. മൂസാക്ക് നാം വ്യക്തമായ അധികാരം നൽകുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥം ഇതാണ്: മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനത അദ്ദേഹത്തിനോട് കടുത്ത വാശിയും ധിക്കാരവും പ്രകടിപ്പിക്കുന്നതിൽ അതിര് കടന്നിരുന്നുവെങ്കിലും നാം അദ്ദേഹത്തിനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പദവി മഹത്തരമാവുകയും അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ദുർബലമാവുകയും ചെയ്തു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് അധികാരം നൽകിയെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ വാശിയും ധിക്കാരവും ഒക്കെ കാണിച്ചിരുന്ന സമുദായം മൂസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടായിട്ട് പോലും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മഹത്വം അള്ളാഹു വലുതാക്കി, ശത്രുക്കളെ അള്ളാഹു ദുർബലരാക്കി എന്നാണ് പറഞ്ഞൊരു സാരം. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അതായത് ഈ സത്യനിഷേധികൾ അദ്ദേഹത്തോട് എത്രത്തോളം ധിക്കാരം കാണിക്കുന്നുണ്ടെങ്കിലും അവസാനം അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവരെ പൂർണ്ണമായി കീഴടക്കുകയും ചെയ്യുമെന്ന ഒരു ഉണർത്തലും സൂചനയും എന്ന നിലയിലാണിത്. അപ്പോൾ വിശ്വാസങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കൊടുക്കുകയാണ് ഈ ഒരു ആയത്തിൻ്റെ അവസാന ഭാഗത്തിലൂടെ. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു വ്യക്തമായ അധികാരം നൽകിയെന്ന് പറഞ്ഞതിലൂടെ വിശ്വാസങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കൊടുക്കുകയാണ്. അതായത് മൂസാ നബീനെ അള്ളാഹു ഉയർത്തിയതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശത്രുക്കൾ ഇത്രയൊക്കെ വലിയ ശത്രുക്കൾ ഉണ്ടായിട്ട് പോലും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പദവിയും സ്ഥാനവും ഉയർത്തിയതുപോലെ ശത്രുക്കളെ ദുർബലരാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തുകയും അവരുടെ ശത്രുക്കളെ ദുർബലരാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആധിപത്യം എല്ലാത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറയുന്നൊരു സന്തോഷ വാർത്ത കൂടിയാണ് ഇതിലൂടെ അള്ളാഹു നൽകുന്നത്. റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി ബറൂസി തങ്ങൾ പറയുന്നുണ്ട്, ഫി തഹവീലാത്ത് നജ്മിയ എന്ന കിതാബിലുണ്ട്, ഖാലു അരിനല്ലാഹു ജഹറത്തൻ, അവർ പറഞ്ഞു അള്ളാഹുവിനെ നേരിൽ കാണണം എന്ന് പറഞ്ഞു. ഒമാ തലബു റൊയ്യത്താല മൂജബ് താലീം, അവർ ഈ കാഴ്ച കാണണമെന്ന് പറഞ്ഞത് ഒരു അള്ളാഹിനോടുള്ള ബഹുമാനത്തിന് വേണ്ടിയിട്ടുള്ള കാഴ്ചയല്ല. അള്ളാഹിനെ കണ്ടാൽ കൊള്ളായിരുന്നു ആ ബഹുമാനം കൊണ്ട്, അങ്ങനെ പറയണതല്ല. ഔ അല മൂജബ് തസ്ദീഖ്, അല്ലെങ്കിൽ അള്ളാഹിനെ കണ്ടിട്ടും വിശ്വസിക്കേണ്ടീനും എന്നുള്ള കൊതി കൊണ്ട് പറയുന്നതുമല്ല. വലാ ഹമലഹും അലൈഹ ശിദ്ദത്തുൽ ഇസ്തിയാഖ്, അള്ളാഹുവിനോടുള്ള തീവ്രമായ പ്രണയം കൊണ്ടും പറയുന്നതല്ല. ഔ അലമുൽ ഫിറാഖ്, നമ്മൾ സ്നേഹിക്കുന്ന ആളെ വേർപിരിയുന്ന സമയത്ത് ആ സ്നേഹിക്കുന്നവരെ നമ്മൾ കാണാൻ ഭയങ്കരമായ കൊതിക്കൂലെ, അതുപോലെ അള്ളാഹുവിന് ആ ഒരു വേർപിരിയലിൻ്റെ
തീച്ചൂളയിൽ നിന്നുകൊണ്ട് ആ ഒന്നിക്കലിനെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിൽ പറഞ്ഞതുമല്ല. കമാ ഖാൻ അലി മൂസ അലി ഇസ്ലാം ഹീന കാല, മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാം ഈ അവസ്ഥയിലൊക്കെ പറഞ്ഞത് അള്ളാഹിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിനെ മറക്ക് പിന്നിലായി ഇങ്ങനെ അനുഭവിക്കുന്ന ഒരവസ്ഥയിലായി മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഭയങ്കര തീവ്രമായ ആഗ്രഹം തോന്നി, തീവ്രമായ കൊതി വന്നു. അള്ളാഹിനെ കാണാനുള്ള തീവ്രമായ അഭിലാഷം അവിടുത്തെ പിടികൂടി. ആ സമയത്താണ് അവിടുന്ന് പറഞ്ഞു, റബ്ബി അരിനി അൻദുറിലേക്ക്, എൻ്റെ റബ്ബെ ഞാൻ നിന്നൊന്ന് കാണട്ടെ, എനിക്കൊന്ന് നോക്കാൻ വേണ്ടിയാണ് എന്നപ്പോൾ പറഞ്ഞത് ആ ഒരു അടിസ്ഥാനത്തിലാണ്. അതുപോലെയല്ല ഇവർ ചോദിച്ചത്. വലഅല്ല ഹർറത്ത് മൂസ ഫി ജവാബി, ചിലപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അനുഭവിച്ച ഒരു ഉത്തരം ഉണ്ടല്ലോ, ലൻ തറാനി, എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. മൂസാ നബിനോട് അള്ളാഹു നിനക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഖാനത്ത് മിൻ ഷൂമിൽ ഖൗം, അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ദൗർഭാഗ്യം കൊണ്ടായിരിക്കും. അവർ മോശപ്പെട്ടവരായതുകൊണ്ടായിരിക്കും മൂസാ നബിനോട് അള്ളാഹ് അങ്ങനെ പറഞ്ഞതെന്ന്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. വമാ ഖാൻ ലിനഫ്സിഹിം സൂ ഇൽ അദബി ഹാദ സുആൽ, കാരണം അവർ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒന്നും അദബുകേട് അതിൻ്റെ മുകളിൽ ചേർത്തപ്പെട്ടിട്ടില്ല. മൂസാ നബിനോട് ഇത് ഉത്തരം നൽകിയപ്പോഴും ആ ഉത്തരവും മൂസാ നബിൻ്റെ കൗമ് വളരെ മോശപ്പെട്ടുകൊണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും ഉത്തരം നൽകിയിട്ടുണ്ടാവുക എന്ന് മഹാനവറുകൾ പറയാം. ലിഅല്ലാ യത്മഉ ഫി മത്ലൂബ് ലം യുഅ്താ നബിയ്യുഹും, ലിഅല്ലാ യത്മഉ ഫിൽ മത്ലൂബ്, ഞാൻ പറഞ്ഞ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ലൻ തറാനി അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് കാനത്ത് മിൻ ഷുഊമിൽ ഖൗം, അദ്ദേഹത്തിൻ്റെ കൗമിൻ്റെ മോശത്തരങ്ങൾ കൊണ്ടായിരിക്കും. വമാ ഖാന നഫ്സിഹിം മിൻ സൂഇ അദബി ഹാദ സുആൽ, ഈ ഒരു ചോദ്യം കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഭാഗത്തുനിന്നൊരു ചോദ്യം കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, അവർ മൂസാ നബിൻ്റെ കൗം ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന കാരണം കൊണ്ടാണ്. ലിഅല്ലാ യത്മഉ ഫി മത്ലൂബ് ലം യഅതു നബിയുഹും, ഈ ഒരു കാര്യം അവരുടെ നബി വരെ ചോദിച്ചിട്ട് അള്ളാഹു കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഫമാ ഇത്തഅദു ബിഹാലി നബിയിഹിം, അവരെന്ത് ചെയ്തില്ല, അവരുടെ നബിയുടെ ഈ ചോദ്യത്തിലും ഉത്തരത്തിലും അവരൊരു പാഠം ഉൾക്കൊണ്ടില്ല. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു അത് മൂസാ നിനക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അവരുടെ സമൂഹം മോശപ്പെട്ടവരായതുകൊണ്ടായിരിക്കണം എന്ന് മഹാൻ പറയാണ്. അല്ലെങ്കിൽ ആ സമൂഹം ഇങ്ങനെ ഭാവിയിൽ ചോദിക്കാനിരിക്കണം, അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ പറഞ്ഞത്. ഇനിയും അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനോട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയപ്പെട്ടാൽ അവരുടെ നബിയോട് വരെ അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളോട് അങ്ങനെയല്ലേ പറയുക എന്നാണല്ലോ അവർ ചിന്തിക്കേണ്ടത്. അവരെന്ത് ചെയ്തില്ല, ആ ഒരു കാര്യത്തിലൊരു പാഠം ഉൾക്കൊണ്ടില്ല. ലിഅന്നഹും ഖാനു അഷ്ഖിയാ, കാരണം അവർ ദുരിതവും ദൗർഭാഗ്യവും അനുഭവിക്കുന്ന ആളുകളായിരുന്നു. വസഈദു മൻ വഈദ ബിഐരി, കാരണം വിജയിച്ച ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ്. ഇവർ ദൗർഭാഗ്യമുള്ള ദുരിതം അനുഭവിക്കുന്ന മോശപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ? മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളൂല്ലേ? അവരുടെ നബീൻ്റെ വിഷയത്തിൽ വരെ അവർ പാഠം ഉൾക്കൊണ്ടില്ല. ഹത്താ അദ്റക്തുഹും ഷഖാവത്തുൽ അസലിയ, അവരെ അസലിയായ അതായത് ആദ്യമേ ഉള്ള അള്ളാഹുവിൻ്റെ ദൗർഭാഗ്യം ദുരിതം അവരെ പിടികൂടിയിരിക്കണം. ഫഹത്തുഹും സ്വായിഖത ബിദുൽമിയും, അവരുടെ അതിക്രമം കൊണ്ട് അവരെ മുകളിൽ അള്ളാഹു ഇടുത്തി വീണു, അവരെ പിടികൂടി. ബിഅൻ തഅമു മിൻ ഫദീലത്തിൻ വഖറാമത്തിൻ വമാ കാന മുസ്തഹിഖിയ്യഹ, അവർക്ക് അവകാശപ്പെടാത്തൊരു ഫദീലത്ത്, അവർക്ക് അവകാശപ്പെടാത്തൊരു ബഹുമാനം, ഒരു ആദരവ് അവർ തേടിയത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ദുൽമ അനുഭവിക്കേണ്ടി വന്നത്. അവർക്കറിയാം അവർക്ക് അവകാശപ്പെടാത്തതാണ് ഇങ്ങനൊരു ചോദ്യം എന്നുള്ളത്. എന്നിട്ട് അവർ ചോദിച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ദുൽമ, അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് നേരിടേണ്ടി വന്നത്, ശിക്ഷ നേരിടേണ്ടി വന്നത്. ഒമൻ തൊബിയ കാഫിറൻ ഒമൻ തൊബിയ കാഫിറൻ, ഒരു മനുഷ്യൻ്റെ മുകളിൽ അള്ളാഹു കാഫിറിൻ്റെ മുദ്ര പതിപ്പിച്ചാൽ, അതായത് ഒരു മനുഷ്യൻ്റെ മുകളിലുള്ള സ്റ്റാമ്പ് കാഫിറിൻ്റെ സ്റ്റാമ്പാണെങ്കിൽ,
വലോ യറല്ലാഹു ജഹറത്തൻ, അവർ ഇനി അള്ളാഹുവിനെ നേരിൽ കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെ ഫൈനഹു ലാ യുഅ്മിനു ബിഹി, അവൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കും, ഓ ഇന്നൊരു മനുഷ്യനെ കണ്ടാൽ എല്ലാവരും നന്നാവുമായിരുന്നു, ഇന്നൊരു മനുഷ്യനെ കണ്ടാൽ നന്നാവും, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖിൻ്റെ അടുത്തെത്തിയാൽ എല്ലാവരും രക്ഷപ്പെടും. ഒന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആളെ എടുത്തെത്തിയാലും അള്ളാഹു നന്നാവേണ്ട ഉദ്ദേശിച്ചൊരു മനുഷ്യനാണെങ്കിലും ഒന്നും നന്നാവില്ല. കാഫിറാവാൻ അള്ളാഹു സ്റ്റാമ്പ് ചെയ്തൊരു മനുഷ്യനാണെങ്കിൽ വലോ യറല്ലാഹു ജഹറത്ത്, അള്ളാഹിനെ നേരിൽ കണ്ടാൽ തന്നെ അവൻ വിശ്വസിക്കൂല. ഫൈനഹു ലാ യുഅ്മിനു ബിഹി, അള്ളാഹിനെ അവൻ വിശ്വസിക്കൂല. അവൻ തുബിയ മുഅ്മിനൻ, ആരെങ്കിലും അള്ളാഹു ഒരു മുഅ്മിനാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പാണ് അവൻ്റെ മുകളിലുള്ളതെങ്കിൽ, ആ മുഅ്മിൻ്റെ മുദ്ര പതിഞ്ഞ ഒരാളാണെങ്കിൽ, ഇന്ദ റിഷാഷിന്നൂരി ബി ഇഷാബത്തി, അതായത് അള്ളാഹുവിൻ്റെ പ്രകാശം, ഈമാൻ്റെ പ്രകാശം അള്ളങ്ങനെ വിതറിയപ്പോൾ അത് തെറിച്ച് വീണ മുഅ്മിനാണെങ്കിൽ, മുമ്പത് വിശദീകരിച്ചിരുന്നു. പിന്നെ മുനാഫിക്കും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം, കാഫിറും മുനാഫിക്കും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം, അള്ളാഹുവിൻ്റെ പ്രകാശം വിതറിയപ്പോൾ, അള്ളാഹിൻ്റെ ഈമാൻ്റെ പ്രകാശം വിതറിയപ്പോൾ മുഅ്മിൻ്റെ മുകളിൽ അത് തട്ടി, കാഫിറിൻ്റെ മുകളിൽ അത് തട്ടിയില്ല. മുനാഫിക്കിൻ്റെ മുകളിൽ തട്ടിയില്ല, പക്ഷെ അത് മുനാഫിക്ക് മുഅ്മിൻ്റെ മുകളിൽ തട്ടിയത് കണ്ടു എന്നതാണ് നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പ്രകാശം വീണ, ആ പ്രകാശം തെറിച്ച് വീണ ഒരു കൽബുള്ളൊരു മുഅ്മിനാണെങ്കിൽ ഫൈനഹു യുഅ്മിൻ, അവൻ വിശ്വസിക്കും. ബിൻ നബി, അവൻ്റെ നബിയിൽ, ലം യറ, അവൻ കാണാത്ത നബിയിലാണെങ്കിൽ പോലും, അവൻ നബീനെ കണ്ടിട്ടില്ലെങ്കിൽ അവൻ വിശ്വസിക്കും. വ കിതാബൻ ലം യഖ്റ, അവൻ കിതാബ് വായിച്ചിട്ടില്ലെങ്കിൽ അവൻ വിശ്വസിക്കും. ബിആയിരി മുഅ്ജിസത്തിൻ വലാ ബയ്യിനത്തിൻ, ഒരു തെളിവും ഒരു മുഅ്ജിസത്തും ഒന്നും ആവശ്യമില്ല അവന്. ഈ ശരിക്കും ഈമാനുള്ള ആളാണോ, അവനൊരു മുഅ്ജിസത്തും വേണ്ട, ഒരു തെളിവും വേണ്ട, ഒരു നബീനെയും കാണണ്ട, ഒരു കിതാബും വേണ്ട, ഒന്നുമില്ലെങ്കിൽ അവൻ വിശ്വസിക്കും. കമാ ഖാന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സംഭവിച്ചതുപോലെ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, ബോയിസ്തു, ഞാൻ ഇന്ന അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്, ഒരു നബിയായി നിയോഗിച്ചിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, ഖാല സദഖ്ത, നമ്മൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. വേറൊന്നും തെളിവും ചോദിച്ചില്ല. നിങ്ങൾ എന്താ നബിയായിട്ടെന്ന്, എങ്ങനെയാണ് വന്നത്, എന്താണ് നിങ്ങളുടെ അടുത്തുള്ള തെളിവ്, എന്താ അടിസ്ഥാനം, ഒന്നും ചോദിച്ചില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ ആ കേട്ട മാത്രമേ വിശ്വസിച്ചു. അതുപോലെ വക്കമാഖാന ഹാലു ഉവൈസുൽ ഖർണി, ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി അങ്ങനെ ആയിരുന്നില്ലേ, മഹാനുകളും വിശ്വസിച്ചു. ഫൈനഹു ലം യറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. വലാ മോചിതത്ത, വിശ്വാസങ്ങളും മോചിതത്വം അദ്ദേഹം കണ്ടിട്ടില്ല. വഖദ് ആമന ബി, എന്നിട്ടും അവിടുന്ന് വിശ്വസിച്ചു. അപ്പോൾ മുഅ്മിനീങ്ങളാണോ, അവർക്ക് അധികം അത്ഭുതങ്ങളൊന്നും കാണേണ്ടി വരില്ല. അവർക്ക് നബിയെ കണ്ട, പിന്നെ കിതാബിനെ കണ്ട, ഒന്നും കാണണ്ട, എല്ലാം തന്നെ അവർ വിശ്വസിക്കും. എന്നാൽ മുഅ്മിനീങ്ങളല്ലേ, അവർക്ക് എന്ത് കാണിച്ചു കൊടുത്തു, അള്ളാഹ് തന്നെ കാണിച്ചു കൊടുത്തുന്ന ഒരു കാര്യമില്ല, വിശ്വസിക്കില്ല. അതുപോലെ തന്നെയാണ് ഒരാൾക്ക് നമ്മൾ അള്ളാഹിലെ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ഒരാളോട് നമ്മൾ ഒരുപാടും പറയേണ്ടി വരില്ല, കുറച്ച് പറഞ്ഞു കൊടുത്താൽ തന്നെ അവന് പെട്ടെന്ന് വിശ്വാസമാവും. പെട്ടെന്ന് അവന് ഷെയ്ഖിലേക്ക് വരും, ബൈഅത്ത് ചെയ്യും, അവൻ ആത്മീയമായ യാത്ര മുന്നോട്ട് കൊണ്ടുപോകും. അവനൊന്നും ആവശ്യം ഉണ്ടാവില്ല, ഷെയ്ഖിനെ കാണണമെന്നുണ്ടാവില്ല, ഒന്നും വേണ്ട, അപ്പം തന്നെ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. എന്നാൽ ചില ആളുകൾക്കുണ്ട്, നമ്മൾ എന്ത് തന്നെ പറഞ്ഞു കൊടുത്താലും, എത്ര തെളിവ് കൊടുത്താലും, എത്ര വിശദീകരിച്ചു കൊടുത്താലും, ഷെയ്ഖിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അവർ നിർത്തിയാലും അവർക്കൊന്നും മനസ്സിലാവില്ല, അപ്പോഴും സംശയം ബാക്കിയായിരിക്കും. കാരണം അള്ളാഹു അവരെ ഹൃദയത്തിന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല ആ കാര്യം. ഹൃദയത്തിൻ്റെ മുകളിൽ ആ സ്റ്റാമ്പില്ല. ആ കാരണം കൊണ്ടാണ്. ആ സ്റ്റാമ്പുള്ളവരാണോ അധികമൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, കുറച്ച് പറയുമ്പോൾ തന്നെ അവർക്ക് കൺവിൻസ്ഡ് ആവും. തൈഫുൽ ഇഷാറാത്തിൽ ബഹുമാനപ്പെട്ട ഇമാം കുശൈർ റളിയല്ലാഹു തങ്ങൾ പറയുന്നുണ്ട്, ഇസ്തമിലത്തിൽ ആയാത്ത് അലാ ജിൻസിയത്ത് മിൻ ഖബീഹി മാ ഫഅലു, ഈ ആയത്തിൽ രണ്ട് വിഭാഗം മോശപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിട്ടുണ്ട്. എന്താണ്? അഹദും സുആലുഹും റുഅ്യ, ഒന്നാമത്തെ വിഭാഗം അവർ മോശപ്പെട്ട വിഭാഗം തെറ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം തെറ്റെന്താ? അഹദുഹും സുആലുഹും റുഅ്യ, അവർ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചു നേരിട്ട്. അവസാനി ഇബാദത്തുൽ ഇജ്ൽ, അവർ പശുക്കുട്ടീനെ ആരാധിച്ചതും. അബാദമാ ദഹറത്തുലഹുൽ ആയാത്തുൽ ബാഹിറ, വലിയ വലിയ അത്ഭുതങ്ങൾ അവരെ മുമ്പ് കാണിക്കപ്പെട്ടിട്ട് പോലും അവർ പിന്നെ ഇതൊക്കെ ആരാധിച്ചല്ലോ, അത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്.
അമ്മ സുആലുഹും റുഅയ്യ, അവർ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അത് ചോദിച്ചതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഫദുമ്മു അലൈഹി, അവരെ അതിൽ കുറ്റപ്പെടുത്തുന്നത് ലിഅന്നഹും ഇഖ്തറഹു അലൈഹി ദാലിക, അവർ അത് ആ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചത് ബഅദമാ ഖതാ ഉദ്റഹും ബി ഇഖാമത്തുൽ മോജിദാത്ത്, ഒരുപാട് മോജിദത്തുകൾ അവർ മുമ്പിൽ കാണിക്കപ്പെട്ടതിന് ശേഷവും അവരിത് ചോദിച്ചതുകൊണ്ടാണ്. സുമ്മ തലബു റുഅയ്യ, മാത്രമല്ല അവരാ കാഴ്ച ചോദിച്ചത് ലാ അലാ വജഹ് തഅലീം, അവർ ശരിക്കും അറിയാൻ വേണ്ടിയിട്ടല്ല, ഔ അലാ മോജിബ് തസ്ദീഖ് ബിഹി, കണ്ടുകൊണ്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ടുമല്ല, ഔ അലാ തഹ്മീലുഹും അലൈഹി ശിദ്ദത്തുൽ ഇസ്തിയാഖ്, അള്ളാഹുവിനോടുള്ള തീവ്രമായ പ്രണയത്തിൻ്റെ കൊതി കൊണ്ടൊന്നല്ല അവരത് ചോദിച്ചത്. വകുല്ലു ദാലിക സൂഉൽ അദബ്, ഇതൊക്കെ തന്നെ ഇനി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അദബുകളാണ്. പക്ഷെ എന്നാലും അവർ ശിക്ഷിക്കപ്പെടാനുള്ള കാര്യമൊന്നുമല്ല അതൊന്നല്ല അവർ ചോദിച്ചത്. ഇഷാറത്തു ഫീഹി ഐദൻ, ഇതിൽ വേറൊരു ആത്മീയമായ സൂചന ഉണ്ട്. അന്നമൻ യക്തഫി ബി അൻ യകൂനൽ ഇജ്ല മഅബൂദൻ, ഏതൊരു മനുഷ്യനാണോ അവൻ ഒരു പശുക്കുട്ടിനെ ആരാധിക്കുന്നതിൽ ഓൻ തൃപ്തനാണെങ്കിൽ, മത്താ യസ്ലം ലഹു അൻ യകൂൻ ഹഖു മഷ്ഹൂദഹു, ഹക്കിനെ കണ്ടിട്ട് അവൻ എങ്ങനെ വിശ്വസിക്കാനാണ്? ഒരാളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പശുക്കുട്ടിനെ ആരാധിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഓൻ്റെ മുമ്പിലൊക്കെ അള്ളാഹെ കാണിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? അങ്ങനല്ലോ ഇപ്പോൾ ദുനിയാവിൻ്റെ അവസ്ഥയിൽ അങ്ങനെ തന്നെ. ചില ആൾക്കാർ ദുനിയാവിൻ്റെ വളരെ മൈന്യൂട്ടായ സാധനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ കാര്യങ്ങളായി കണക്കാക്കുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് അവർ ഈമാൻ തീരുമാനിക്കുന്നതും ആത്മീയമായ യാത്ര തീരുമാനിക്കുന്നതും എല്ലാം. ആ ദുനിയാവിൻ്റെ ചെറിയ ചെറിയ കാര്യം, എന്തെങ്കിലും ജോലി, ഒരു അസുഖം, അല്ലെങ്കിൽ ഒരു കുട്ടി, അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടുക, കുറച്ച് അവിടെ കടം വീടുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ആരാധിക്കുന്നത് പോലെയാണല്ലോ അവർ. അങ്ങനത്തെ ആരാധിക്കുന്ന ആളുകളെ മുമ്പിൽ അള്ളാഹ് വെളിവായിട്ട് എന്ത് കിട്ടാനാ? അവർക്കൊന്നും കിട്ടാനില്ല. ഇതാണപ്പോൾ അള്ളാഹെന്ന് ചോദിക്കും അവർ. കാരണം അള്ളാഹുവിനെ ഉൾക്കൊള്ളാനുള്ള അവസ്ഥ അവർക്കില്ല എന്ന കാരണം കൊണ്ട്. കാരണം ഈ പശുക്കുട്ടിനെ ആരാധിക്കുന്നതിൽ തൃപ്തിപ്പെട്ട ആൾക്കാരാണോ അള്ളാഹനെ കാണാൻ പോകുന്നത്? കാൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, അൽ ഖൗമു ലം യുബാശിർ ഇർഫാൻ അസ്റാറിഹിം, ആരുടെ ഹൃദയമാണോ മാരിഫത്ത് തൊട്ടിട്ടില്ലാത്തത്, അങ്ങനത്തെ ഒരു കൗമ ഉണ്ടാവുമല്ലോ, മാരിഫത്ത് ഹൃദയത്തിൽ മാരിഫത്ത് തൊട്ടിട്ടില്ലാത്ത കൗമ, വലിദാലിക അഖഫു ബി ഉഖൂലിഹിം, അവരുടെ ബുദ്ധി ബന്ധപ്പെടും അലാ മൻ യലീക ബിഹിം മിൻ മഹദൂദ്, അതിനോട് യോജിച്ച പരിമിതമാക്കപ്പെട്ട കാര്യങ്ങളെ, ജവ്വസു അൻ യകൂനു മഅബൂദഹും, അവർക്ക് യോജിച്ച ആരാധിക്കുന്ന വസ്തുക്കളെയും. അതായത് ആരുടെങ്കിലും ഹൃദയത്തിൽ മാരിഫത്തില്ലേ, ആ മാരിഫത്തിൻ്റെ പ്രകാശം അവരുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ ഈ താഴ്ന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടാനായിരിക്കും അവർക്ക് എപ്പോഴും ഇഷ്ടം. നശിച്ചു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ജീവിതം തന്നെ പടുത്തുയർത്തുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെപ്പോഴും ആ ഒരു കാര്യം കിട്ടിയിരുന്നെങ്കിൽ അത് മതി, ഇതൊന്നും ഒഴിവായിരുന്നെങ്കിൽ, ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, അത് നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയേ ചെറിയ ചെറിയ കാര്യങ്ങൾ മുകളിലായിരിക്കും നമ്മളെ മൊത്തം ഇബാദത്തിനെയും ബന്ധപ്പെടുത്തിയിരിക്കുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ്? നമ്മളെ ഹൃദയത്തിനെ മാരിഫത്ത് തൊട്ടിട്ടില്ല, ആ കാരണം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാരിഫത്ത് ഇടുന്നൊരവസ്ഥ ഹൃദയത്തിന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യൂല. ഇങ്ങനത്തെ വളരെ ചുരുങ്ങിയ വലിയ ഗുണങ്ങളൊന്നുമില്ലാത്ത, നമുക്ക് ബുദ്ധിക്ക് പോലും ചിന്തിച്ചാൽ മനസ്സിലാവും ഇതിലൊന്നും വലിയ കാര്യമില്ല ചിന്തിക്കുന്ന ആ കാര്യങ്ങളെ മുകളിൽ നമ്മളെ ഹിമ്മത്തിന് തളച്ചിടൂല. കൗലുഹു ജല്ല ദിക്റുഹു വാതീന മൂസ സുൽത്താന മുബീന, മൂസാ നബി അലൈഹി സ്വലാമിന് വ്യക്തമായ അധികാരം കൊടുത്തിട്ടെന്ന് പറഞ്ഞല്ലോ. എന്താ? ഹുജ്ജത്തുൻ ലാഹിറ, വ്യക്തമായ ബാഹ്യമായ ഒരു തെളിവ് കൊടുത്തു. വലിയുഫദ്ദിദൻ, അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിന് വളരെ വ്യക്തമായൊരു തെളിവിനെ കൊടുത്തു. സാനഹു മിനത്തംസീലി വത്തഅതീൽ, ആ തെളിവ് എന്താണെന്നറിയോ? അത് അള്ളാഹുവിനെ മറ്റൊന്നിലേക്ക് ഉപമിക്കുന്നതും
അള്ളാഹുവിനെ നിഷേധിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു, അതിനെ സംരക്ഷിക്കുന്ന ഒരു തെളിവാണ്. അതായത് അള്ളാഹു ഇന്ന വസ്തുക്കളിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നതും വസ്തുക്കളിലൊന്നും ഇല്ല എന്ന് പറയുന്നതും ആ രണ്ട് കാര്യത്തിലെയും അതിന് രണ്ടിനെയും സംരക്ഷിക്കുന്ന ഒരു തെളിവ് മൂസാ നബിക്ക് കൊടുത്തു. അത് മാരിഫത്തിൻ്റെ തെളിവാണ്. അപ്പോൾ അള്ളാഹിൻ്റെ മാരിഫത്തുള്ള ആളുകൾക്ക് ഈ വസ്തുക്കളൊക്കെ അള്ളയാണെന്നോ അവർ പറയൂല, വസ്തുക്കളിലൊന്നും അതല്ല എന്നോ അവർ പറയൂല, ഉണ്ടെന്നോ ഇല്ല എന്നോ അവർ പറയൂല. ആ ഒരവസ്ഥ അവർക്ക് ഉണ്ടാവും. സുൽത്താനുൽ മുബീൻ അത്തഹ്സീൽ വ തൻസീഹ് അൽ മാലിഉ മിൻ തഅതീൽ വ തശ്ബീഹ്. അതായത് ഈ വ്യക്തമായ തെളിവെന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ വേറൊന്നുമായി ഉപമിക്കുന്നതിന് തൊട്ടും അള്ളാഹുവിനെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല അള്ളാഹ് എന്ന് പറയുന്നതിന് തൊട്ടുമൊക്കെ അള്ളാഹിനെ ഉയർത്തുന്ന ഉന്നതമായ മാരിഫത്തിൻ്റെ അവസ്ഥ കൊടുത്തു എന്നതാണ്. കാൽ ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. ആ സുൽത്താൻ മുബീൻ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖുവ്വത്തു ബി സമാഇൽ ഖിതാബ്, അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കാനുള്ള ശക്തിയാണ്. അത് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്തു. മിൻ ഐരി വാസിത്തത്തിൻ, ഒരു മധ്യനിലക്കാരനും ഇല്ലാതെ നേരിട്ട് സംസാരിക്കാനുള്ള കഴിവ് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തു എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരെന്ന്. വയുക്കാൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. ആ സുൽത്താനുൽ മുബീൻ, വ്യക്തമായ അധികാരമെന്ന് പറഞ്ഞത് ലിഹാദൽ ഉമ്മത്തി ഗദൻ, പിന്നെ പിന്നീടുള്ള ഉമ്മത്തിന് ഈ ഉമ്മത്തിന് അള്ളാഹു കൊടുക്കുന്നതാണ്. എന്താണ്? വഹുവ ബഖാഉഹും ഫി ഹാലി ലിഖാഹിഹിം, അള്ളാഹിനെ കാണുന്ന സമയത്ത് അനുഭവപ്പെടുന്നതാണത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസങ്ങൾ പറഞ്ഞു, ലാ തുളാമ്മൂന ഫീ റുയതി, അള്ളാഹിനെ കാണുന്ന സമയത്ത്, പരലോകത്ത് അള്ളാഹിനെ കാണുന്ന സമയത്ത് അവിടെ ഒരു തിക്കും തിരക്കും അനുഭവിക്കുന്ന, ഒരു കൺഫ്യൂഷൻ അനുഭവിക്കുന്ന, ഒരു അവ്യക്തതയുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടാവില്ല. ആ കാര്യത്തെയാണ് മൂസാ നബി അലൈഹി സ്വലാമിന് അങ്ങനെ ഒരു അനുഭവം അള്ളാഹു കൊടുത്തു. അല്ല, മൂസാ നബിക്ക് ശേഷമുള്ള ഈ കൗമിന് അങ്ങനെ അനുഭവം കൊടുത്തു, വിശ്വാസങ്ങൾക്ക് സമുദായത്തിന് അങ്ങനെ അനുഭവം കൊടുത്തു എന്നൊക്കെയാണ് അതിൻ്റെ സാരം. ഈ ആയത്തിലൂടെ ഒന്ന് കടന്നു. ഇന്നല്ലദീന യക്ഫറൂന ബില്ലാഹി വറസൂലിഹി വയരീദൂന യഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദ് വനക്ഫറു ബിബഅദ് വയരീദൂന യത്തഖിദൂ ബൈന ദാലിക സബീല ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ വഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വലം യഫർരിഖൂ ബൈന അഹദിൻ മിൻഹും ഉലൈക സൗഫ യുഅതീഹിം ഉജൂറഹും വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. يسألك أهل الكتاب أن تنزل عليهم كتابا من السماء فقد سألوا موسى أكبر من ذلك فقالوا أرنا الله جهرة فأخذتهم صاعقة بظلمهم ثم اتخذوا العجل من بعد ما جاءتهم البينات فعفونا عن ذلك وآتينا موسى سلطانا مبينا. جزاك الله خير.